ഇവിടുത്തെ അമലിന് പ്രതിഫലം കിട്ടുന്ന കാലമാണ്. നാളെ അമലില്ല, ഇന്നാണ് അമൽ. നാളെ ഹിസാബ്, നാളെ അമലില്ല, ഇന്നാണ് അമൽ. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിൽ തവക്കുലാക്കുക, അതിന്റെ വാക്കാണിത്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പറയുന്നത്, ഖുൽ, പറയൂ നബിയെ, ഇന്നമാ അദ്ഉ റബ്ബി, ഞാൻ എൻ്റെ റബ്ബിനോടല്ലാതെ ഒരാളോടും ദുആ ചെയ്യുകയില്ല, ഞാൻ എൻ്റെ റബ്ബിനോട് മാത്രമേ ദുആ ചെയ്യുകയുള്ളൂ. വലാ ഉശ്രികു ബിഹി അഹദാ, അവനിൽ ഒരാളെയും ഞാൻ പങ്കുചേർക്കുകയില്ല. റബ്ബിൽ പങ്കുചേർത്താൽ ലയഹ്ബതന്ന അമലുക്, താങ്കളുടെ അമലുകൾ മുഴുവൻ പൊളിഞ്ഞു പോകും. വലതകൂനന്ന മിനൽ ഖാസിരീൻ, നഷ്ടക്കാരുടെ കൂട്ടത്തിൽ താങ്കൾ പെട്ടുപോകും. ഇത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പറഞ്ഞതാണ്. وبارك على عبده ورسوله نبينا محمد وعلى آله وأصحابه أجمعين. اللهم إنا نسألك خير هذه الليلة وخير ما فيها، نصرها وفتحها ونورها وبركتها وهداها، ونعوذ بك من شر هذه الليلة ومن شر التي قبلها ومن شر التي بعدها. اللهم إنا نعوذ بك من زوال نعمتك وتحول عافيتك وفجاءة نقمتك وجميع سخطك. اللهم آت نفوسنا تقواها وزكها أنت خير من زكاها، أنت وليها ومولاها. اللهم إنا نعوذ بك من علم لا ينفع ومن قلب لا يخشع ومن نفس لا تشبع ومن دعوة لا يستجاب لها. اللهم إنا نعوذ بك من جهد البلاء ودرك الشقاء وسوء القضاء وشماتة الأعداء. أما بعد. سورة الجن, ആ സൂറത്തിൻ്റെ തഫ്സീറാണ് നമ്മൾ പഠിച്ചു വരുന്നത്. ഈ സൂറത്തിലെ 18-ാമത്തെ ആയത്ത് മുതൽ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, وأن المساجد لله فلا تدعوا مع الله أحدا وأنه لما قام عبد الله يدعوه كادوا يكونون عليه لبدا قل إنما أدعو ربي ولا أشرك به أحدا قل إني لا أملك لكم ضرا ولا رشدا قل إني لن يجيرني من الله أحد ولن أجد من دونه ملتحدا إلا بلاغا من الله ورسالاته ومن يعص الله ورسوله فإن له نار جهنم خالدين فيها أبدا حتى إذا رأوا ما يوعدون فسيعلمون من أضعف ناصرا وأقل عددا. الله പറയുന്നു, وأن المساجد لله, മസ്ജിദുകൾ ലില്ലാഹ്, അള്ളാഹുവിന് വേണ്ടിയുള്ളതാണ്. ഫലാ തദ്ഉ, അതുകൊണ്ട് നിങ്ങൾ ദുആ ചെയ്യരുത്, മഅല്ലാഹി, അള്ളാഹുവിൻ്റെ കൂടെ, അഹദൻ, ഒരാളോടും നിങ്ങൾ ദുആ ചെയ്യരുത്. ഇബ്ൻ കസീർ റഹിമഹുല്ലാഹ് ഈ ആയത്തിൻ്റെ തഫ്സീറിൽ പറഞ്ഞു, യഖൂലു തആല ആമിറൻ ഇബാദഹു അൻ യുവഹിദൂഹു ഫീ മജാലി ഇബാദതിഹി, അള്ളാഹു അവൻ്റെ അടിമകളോട് ഈ ആയത്തിലൂടെ കൽപ്പിക്കുന്നു അവനെ മാത്രം ഇബാദത്ത് ചെയ്യാൻ, ഇബാദത്തിൽ അവനെ ഏകനാക്കാൻ. വലാ യുദഅ മഅഹു അഹദ് വലാ യുശ്റകു ബിഹി, അവൻ്റെ കൂടെ ഒരാളെയും ദുആ ചെയ്യരുത്, ഒരാളോടും ദുആ ചെയ്യരുത്, അവനോട് ഒരാളെയും പങ്കുചേർക്കരുത്. ഇമാം ഖതാദ റഹിമഹുല്ലാഹ് എന്ന താബിഈ പറഞ്ഞിട്ടുള്ളതുപോലെ, كانت اليهود والنصارى إذا دخلوا كنائسهم وبيعهم أشركوا بالله فأمر الله نبيه صلى الله عليه وسلم أن يوحدوه وحده. യഹൂദികളും നസ്രാനികളും അവരുടെ കനീസകളിലും അവരുടെ ബിയാത്തുകളിലും അവരുടെ ആരാധനാലയങ്ങളിൽ കയറിയാൽ അവർ അള്ളാഹുവോടൊപ്പം മറ്റുള്ളവരോട് ദുആ ചെയ്തിരുന്നു. അങ്ങനെ അള്ളാഹുവിൽ അവർ പങ്കുചേർത്തിരുന്നു. അങ്ങനെ നിങ്ങൾ ചെയ്യരുത്. മറിച്ച് മസ്ജിദുകൾ അള്ളാഹുവിന് മാത്രം സുജൂദ് ചെയ്യാനുള്ള, അവനോട് മാത്രം ദുആ ചെയ്യാനുള്ള സ്ഥലങ്ങളാണ്. അവിടെ അള്ളാഹുവോടൊപ്പം ഒരാളോട് ദുആ ചെയ്യരുത്. വഅന്നൽ മസാജിദ ലില്ലാഹ്, മസ്ജിദുകളെല്ലാം ലില്ലാഹ്, അള്ളാഹുവിന് വേണ്ടിയുള്ളതാണ്. ഫലാ തദ്ഉ
അതുകൊണ്ട് നിങ്ങൾ ദുആ ചെയ്യരുത് മഅല്ലാഹി അല്ലാഹുവിൻ്റെ കൂടെ അഹദൻ ഒരാളെയും. ഇന്നതാ മുസ്ലിമീങ്ങൾ അവർ ഇസ്ലാമാണെന്ന് ധരിച്ചുകൊണ്ട് അവരെ കൊണ്ട് ഒരുപാട് ആളുകൾ അള്ളാഹുവിന് വേണ്ടി ഉണ്ടാക്കിയ മസ്ജിദുകളിൽ അവനല്ലാത്തവരോട് ദുആ ചെയ്യിക്കുന്നു. പാമരന്മാരായ പലരും ചിലർ അറിഞ്ഞുകൊണ്ട് ചിലർ അറിയാതെ ഇതെന്തോ നല്ല ബൈത്താണെന്ന് വിചാരിച്ചിട്ട് ഇത് അള്ളാഹുക്കുള്ള ഇബാദത്താണെന്ന് വിചാരിച്ചിട്ട് ചിലർ ചൊല്ലുന്നു. ചിലരാകട്ടെ അറിഞ്ഞുകൊണ്ട് ചൊല്ലുന്നു. അള്ളാഹു അല്ലാത്തവർക്ക് ഇബാദത്ത് ചെയ്യുന്നു അള്ളാഹുവിന് വേണ്ടി ഉണ്ടാക്കിയ മസ്ജിദുകളിൽ. എത്ര മസ്ജിദുകളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ച് ദുആ ചെയ്യുന്നു. മുഹീദ്ദീൻ ശൈഖിനെ വിളിച്ച് എത്ര മസ്ജിദുകളിൽ ദുആ ചെയ്യുന്നു. പല ബൈത്തുകളും അവർ ചൊല്ലുന്നു അള്ളാഹുവിൻ്റെ പ്രതിഫലം കിട്ടാൻ. അള്ളാഹുവിൻ്റെ ഗളബും അവൻ്റെ ലഅനത്തും കിട്ടുന്ന വരികളാണ് അതിലെ വരികളായുള്ളത്. ബുർദ പോലെ, മൗലിദുകൾ പോലെ, റാത്തീബുകൾ പോലെ അതിലെല്ലാം ഉള്ളത് അള്ളാഹു അല്ലാത്തവരോടുള്ള ദുആ ആണ്. എന്തിനെതിർക്കാനാണോ അള്ളാഹു അവൻ്റെ റസൂലുകളെ അയച്ചത്? എന്തിനെതിർക്കാനാണോ അള്ളാഹു അവൻ്റെ കിതാബുകൾ ഇറക്കിയത്? അത് തന്നെ അള്ളാഹുവിൻ്റെ മസ്ജിദുകളിൽ വെച്ച് ചെയ്യുക. നഊദു ബില്ലാഹ്. അങ്ങനെ മുസ്ലിം ഉമ്മത്തിന് അള്ളാഹുവിൻ്റെ സഹായം ഉണ്ടാകാനാണ്. ഇത് ചെയ്യുന്ന ആളുകൾ അവരങ്ങനെ സ്വർഗത്തിൽ പോകാനാണ്. അള്ളാഹു ഏറ്റവും പൊറുക്കുന്ന തെറ്റാണ് ശിർക്ക്. അള്ളാഹു ഒരിക്കലും പൊറുക്കാത്തത്. വന്നൽ മസാജിദ ലില്ലാഹ് ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ. മസ്ജിദുകളെല്ലാം അള്ളാഹുവിൻ്റെതാണ്. അവനോടൊപ്പം ഒരാളെയും നിങ്ങൾ വിളിച്ച് ദുആ ചെയ്യരുത്. وأنه لما قام عبد الله يدعوه كادوا يكونون عليه لبدا. الله പറയുന്നു وأنه لما قام عبد الله. അല്ലാഹുവിൻ്റെ അബ്ദ് അവിടുന്ന് എണീറ്റ് നിന്നപ്പോൾ, وأنه لما قام എണീറ്റ് നിന്നപ്പോൾ അബ്ദുല്ലാഹ് അല്ലാഹുവിൻ്റെ അബ്ദ് അഥവാ അബ്ദുല്ലാഹി വറസൂലുഹു മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിൻ്റെ അബ്ദായ റസൂലായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണീറ്റ് നിന്നപ്പോൾ യദ്ഊഹു അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ വേണ്ടി ദുആ ചെയ്യുന്നവനായിക്കൊണ്ട് എണീറ്റ് നിന്നപ്പോൾ കാദു യകൂനൂന അലൈഹി ലിബദ. കാദ എന്ന വാക്ക് ഒരു കാര്യം അതിനോടാകാൻ അടുത്തിട്ടുണ്ട് എന്ന അർത്ഥത്തിലാണ് ഉപയോഗിക്കാറുള്ളത്. ഏകദേശം അങ്ങനെ ആയിട്ടുണ്ട്. കാദു യകൂനൂന അലൈഹി ലിബദ. ആയിത്തീർന്നിട്ടുണ്ട്, ഏകദേശം അങ്ങനെ ആയിട്ടുണ്ട്. ലിബദൻ എന്നാൽ ലബദ എന്ന വാക്കിൽ നിന്നാണ് അത് വന്നിട്ടുള്ളത്. അഥവാ ഒന്ന് മറ്റൊന്നിൻ്റെ മുകളിൽ കൂടിച്ചേരുക. മുടി ഒന്നാകെ ഇളകിപ്പോകാതിരിക്കാൻ ഒന്നിച്ച് വെക്കുന്നതിന് ആ വാക്ക് ഉപയോഗിക്കാറുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഇന്നി ലബ്ബത്തു ഷഅരി. എൻ്റെ മുടി ഞാൻ ലബ്ബത്തു, ഈ വാക്കാണ്. അതായത് ഹജ്ജിന് പുറപ്പെടുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തേക്ക് നല്ല മുടി ഉണ്ടായിരുന്നു. അവിടുന്ന് അത് ഇളകിപ്പോയി. ദൂരെ യാത്രയാണല്ലോ, അപ്പോൾ പൊടി പാറി ദൂരെയുള്ള യാത്ര കൊണ്ട് അതൊന്നാകെ ജട പിടിച്ചു പോകും. അതാകാതിരിക്കാൻ മുടി ഇങ്ങനെ ഒതുക്കി വച്ചിരുന്നു, അത് കെട്ടിവെച്ചിരുന്നു. അതിനാണ് തൽബീദു ഷാർ എന്ന് പറയും. ഒന്നിനു മുകളിൽ മറ്റൊന്നിങ്ങനെ കൂടിപ്പിണയുക. അതാണ് ലിബദൻ. അവർ ചിലർക്ക് മുകളിൽ കയറിപ്പോകുവാൻ മാത്രം പരസ്പരം അവർ തിങ്ങിക്കൂടിയിരിക്കുന്നു. ഏകദേശം അങ്ങനെ ആയിരിക്കുന്നു അള്ളാഹുവിൻ്റെ അബ്ദായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവനോട് ദുആ ചെയ്യാൻ വേണ്ടി, അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ വേണ്ടി എണീറ്റ് നിന്നപ്പോൾ ഇങ്ങനെ ആകുന്നു അവർ. എന്താണ്, ആരെക്കുറിച്ചാണ് ഈ പറഞ്ഞിട്ടുള്ളത്? പല തഫ്സീറുകൾ അതിന് വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ വേണ്ടി എണീറ്റ് നിന്നാൽ മുസ്ലിമീങ്ങളായ അവിടുത്തെ സഹാബത്താകട്ടെ അവരൊന്നാകെ അവരെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യുന്നത് പോലെ ചെയ്യുന്നു. അവരൊന്നാകെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യുന്നത് പോലെ അവിടുന്ന് റുകൂഅ് ചെയ്താൽ അവർ റുകൂഅിൽ പോകുന്നു. അവിടുന്ന് സുജൂദ് ചെയ്താൽ അവർ സുജൂദ് ചെയ്യുന്നു. എന്നതുപോലെ അവർ ഒരുമിച്ച് അത് ചെയ്യുന്നു എന്നാണ് ഇതിൻ്റെ തഫ്സീർ എന്ന് ചില മുഫസ്സിറുകൾ പറഞ്ഞിട്ടുണ്ട്. ചിലർ പറഞ്ഞു ഇത് ഈ സൂറത്തിൻ്റെ ആദ്യം പരാമർശിക്കപ്പെട്ടിട്ടുള്ളതുപോലെ ജിന്നുകളെ കുറിച്ചാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ ഓതിക്കൊണ്ട്
അള്ളാഹുവിനോട് ദുആ ചെയ്യുക അഥവാ നിസ്കാരത്തിലായപ്പോൾ അത് കേൾക്കാൻ വന്ന ജിന്നുകൾ അത് ശ്രദ്ധിച്ചുകൊണ്ട് ചിലർക്ക് മുകളിൽ കയറി. കാരണം അത്രയും അവർ തിങ്ങിക്കൂടി അതിനു വേണ്ടി. അവരെ കുറിച്ചാണ് ഈ ആയത്ത് പറയപ്പെട്ടിട്ടുള്ളത് എന്ന് ചില മുഫസ്സിറുകൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ചിലർ പറഞ്ഞു അല്ലാഹു അലം, ചിലർ പറഞ്ഞു ഇത് മുശ്രിക്കുകളെ കുറിച്ചാണ്. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ വേണ്ടി എണീറ്റ് നിന്നപ്പോൾ, അതുപോലെ അവിടുന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് പറഞ്ഞപ്പോൾ എന്തു ചെയ്തു? ഈ മുശ്രിക്കുകൾ എല്ലാവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരിൽ ഒരുമിച്ച് കൂടി. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എതിർക്കാൻ വേണ്ടി ഒരുമിച്ച് കൂടി. ജിന്നുകളും പെട്ട ശൈത്താന്മാരും ഇൻസുകളിൽപ്പെട്ട ശൈത്താന്മാരും. അതാണ് ഇതിന്റെ തഫ്സീർ എന്നും ചില മുഫസ്സിറുകൾ പറഞ്ഞിട്ടുണ്ട്. ഒരു അഭിപ്രായ വ്യത്യാസമുള്ള കാര്യമാണ്. വല്ലാഹു അഅലം. وأنه لما قام عبد الله يدعوه كادوا يكونون عليه لبدا. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ അബ്ദായ റസൂൽ അവനോട് ദുആ ചെയ്യാൻ വേണ്ടി എണീറ്റിരുന്നപ്പോൾ അവരതാ ചിലർക്ക് മുകളിൽ ഏകദേശം അങ്ങനെ ആയിരിക്കുന്നു അവർ. ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി വലാ ഉശ്രികു ബിഹി അഹദാ. ഓ നബി അവിടുന്ന് പറയൂ നബിയെ, ഇന്നമാ അദ്ഉ റബ്ബി, ഞാൻ എൻ്റെ റബ്ബിനോട് മാത്രമേ ദുആ ചെയ്യുകയുള്ളൂ. വലാ ഉശ്രികു ബിഹി അഹദാ, വലാ ഉശ്രികു ബിഹി, ഞാൻ പങ്കുചേർക്കുകയില്ല, ശിർക്ക് ചെയ്യുകയില്ല അവനിൽ അഹദൻ, ഒരാളെയും പങ്കുചേർക്കുകയില്ല, അവനിൽ ഒരാളെയും ഞാൻ പങ്കുചേർക്കുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തോട് അള്ളാഹു പറയാൻ കൽപ്പിക്കുകയാണ് എല്ലാവരോടുമായി. മുസ്ലിമീങ്ങളാകട്ടെ മുശ്രിക്കുകളാകട്ടെ എല്ലാവരും മനസ്സിലാക്കുക എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ നിലപാടെന്താണ്. ഞാൻ എൻ്റെ റബ്ബിനോട് മാത്രമേ ദുആ ചെയ്യുകയുള്ളൂ. വലാ ഉശ്രികു ബിഹി അഹദ, അവനിൽ ഒരാളെയും ഞാൻ പങ്കുചേർക്കുകയില്ല. أي قال لهم الرسول صلى الله عليه وسلم لما آذوه وخالفوه وكذبوه وتظاهروا عليه. നബി അവർ ഉപദ്രവിക്കാൻ വന്നപ്പോൾ, അവിടുത്തെ നിഷേധിച്ചപ്പോൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എതിര് പ്രവർത്തിച്ചപ്പോൾ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്നത് ബാത്തിലാക്കാൻ അവർ ശ്രമിച്ചപ്പോൾ റസൂലുള്ളാഹി അവരോട് പറഞ്ഞെന്താണ്? ഇന്നമാ അദ്ഉ റബ്ബി, ഞാൻ എൻ്റെ റബ്ബിനോട് മാത്രമേ ദുആ ചെയ്യുകയുള്ളൂ. വലാ ഉശ്രികു ബിഹി അഹദാ, ഐ ഇന്നമാ അഅ്ബുദു റബ്ബി വഹ്ദഹു ലാ ശരീക ലഹു വഅസ്തജീറു ബിഹി വഅതവക്കലു അലൈഹി. ഞാൻ എൻ്റെ റബ്ബിനെ മാത്രമേ ഇബാദത്ത് ചെയ്യുകയുള്ളൂ, അവനിൽ ഒരാളെയും ഞാൻ പങ്കുചേർക്കുകയില്ല. വഅസ്തജീറു ബിഹി, അവനോടാണ് ഞാൻ കാവലിനെ തേടുന്നത്. വഅതവക്കലു അലൈഹി, അവനിലാണ് ഞാൻ തവക്കുലാക്കുന്നത്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രയാസമുണ്ടായാൽ നമ്മോട് ദുആ ചെയ്യാൻ കൽപ്പിച്ച ഒരു ദുആയിൽ തന്നെ ഇങ്ങനെ വന്നിട്ടുണ്ട്. അല്ലാഹു റബ്ബി ലാ ഉശ്രികു ബിഹി ശൈആ. വളരെ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റിയൊരു ദുആ. പല പ്രയാസങ്ങളും ഉണ്ടായാൽ ഇങ്ങനെ ദുആ ചെയ്യുക എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു റബ്ബി ലാ ഉശ്രികു ബിഹി ശൈആ. അല്ലാഹു റബ്ബി, അല്ലാഹുവാണ് എൻ്റെ റബ്ബ്. ലാ ഉശ്രികു ബിഹി ശൈആ, അവനിൽ ഒന്നിനെയും ഞാൻ പങ്കു ചേർക്കുകയില്ല. അപ്പോൾ തൗഹീദ്, അള്ളാഹുവിൽ ഒരുവൻ്റെ ഖൽബ് അവൻ അള്ളാഹുവുമായി തഅല്ലുഖാക്കിയിരിക്കുക. അവൻ്റെ ഖൽബ് റബ്ബുമായാണ് ബന്ധമുള്ളത്. റബ്ബിലാണ് അവൻ തവക്കുലാക്കിയിട്ടുള്ളതെങ്കിൽ അവനൊന്നും പേടിക്കാനില്ല. വമൻ യുഅ്മിൻ ബിറബ്ബിഹി ഫലാ യഖാഫു ബഖ്സൻ വലാ റഹഖ. അവൻ്റെ നന്മ നഷ്ടപ്പെട്ടു പോകുമെന്ന് പേടിക്കേണ്ടതില്ല. അവൻ മറ്റുള്ളവരുടെ വല്ല തിന്മയും അവന് ബാധിക്കുമെന്ന് പേടിക്കേണ്ടതില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെന്താണ് വിധിച്ചത് അതേ സംഭവിക്കൂ എന്നാണ് അവൻ വിശ്വസിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പറയാൻ പറഞ്ഞു, ഖുൽ ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ ഹുവ മൗലാനാ. ഖുൽ പറയൂ നബിയെ, ലൻ യുസീബനാ, ഒരിക്കലും ഞങ്ങളെ ബാധിക്കുകയില്ല. ഇല്ലാ മാ കതബല്ലാഹു ലനാ, അള്ളാഹു ഞങ്ങൾക്ക് എഴുതി വെച്ചതല്ല. അള്ളാഹു എന്ത് ഞങ്ങൾക്ക് ബാധിക്കണം എന്ന് എഴുതി വെച്ചതല്ലാതെ ഒന്നും ഞങ്ങൾക്ക് സംഭവിക്കുകയില്ല എന്ന് പറയൂ നബിയെ. നോക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും മുസ്ലിമീങ്ങളും വലിയ ഭീഷണിയിലായിരുന്നു. അവർ വളരെ കുറച്ച് ആളുകളായിരുന്നു. മദീന
അത് ശത്രുക്കൾ ഒന്നാകെ വളയുമെന്ന ഘട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വബലഗത്തിൽ ഖുലൂബുൽ ഹനാജിർ, ഖൽബുകൾ അത് ആ തൊണ്ടക്കുഴിയിലേക്ക് എത്തിപ്പോയി എന്ന് പറയുവാൻ മാത്രം, അള്ളാഹു അങ്ങനെ വിശേഷിപ്പിക്കുവാൻ മാത്രം ഭയം അവർക്കുണ്ടായിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ അള്ളാഹു പറയാൻ പറഞ്ഞത് എന്താ? ഖുൽ ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ. പറയൂ നബിയെ, ഞങ്ങൾക്ക് അള്ളാഹു ബാധിക്കണമെന്ന് രേഖപ്പെടുത്തിയതല്ലാതെ ഞങ്ങൾക്കുണ്ടാവുകയില്ല. മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം, മുസ്ലിം ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം അവർ ഭയപ്പെടേണ്ടവരല്ല, അവർ ബേജാറാവേണ്ട ആളുകളല്ല, അവർ അസ്വസ്ഥരാകേണ്ട ആളുകളല്ല. അവർ ബേജാറാകേണ്ടതും അവർ പേടിക്കേണ്ടതും അവരുടെ പാപങ്ങളെ ഓർത്താണ്, അവരുടെ മാസിയത്തുകളെ ഓർത്താണ്. അതിൻ്റെ പേരിൽ റബ്ബ് പിടിക്കുമോ എന്നാണ് അവർ പേടിക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭയപ്പെട്ടതാണ്. ഖുർആനിൽ ആയത്ത് അവിടുന്ന് ഓതുകയുണ്ടായി. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അവൻ നിങ്ങൾക്ക് മുകളിൽ നിന്ന് ഒരു ശിക്ഷ അവൻ കൊണ്ടുവന്നേക്കും, താഴെ നിന്ന് ഒരു ശിക്ഷ അവൻ കൊണ്ടുവന്നേക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ പറഞ്ഞു, അവൻ ഉദ്ദേശിച്ചാൽ മുകളിൽ നിന്ന് അവൻ നിങ്ങളെ പിടിക്കും, താഴെ നിന്ന് അവൻ നിങ്ങളെ പിടിക്കും. ഔ യൽബിസഅകും ശിയഅൻ വയുദീഖ ബഅദകും ബഅസ ബഅദ്, അല്ലെങ്കിൽ അവൻ നിങ്ങളെ തന്നെ പരസ്പരം കക്ഷികളാക്കി നിങ്ങളെ ചിലരെ കൊണ്ട് ചിലരെ ശിക്ഷിക്കും. അള്ളാഹു ആദ്യം പറഞ്ഞു അദാബം മിൻ ഫൗഖിക്കും, നിങ്ങളുടെ മുകളിൽ നിന്നൊരു ശിക്ഷ വരുന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് പേടിയില്ലേ? അവൻ അത് കൊണ്ടുവരാൻ കഴിവുള്ളവനാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അഊദു ബിവജ്ഹിക്, അല്ലാഹുവേ നിന്റെ വജ്ഹിനോട് ഞാൻ ഇതാ രക്ഷ തേടുന്നു. ഔ മിൻ തഹ്തി അർജുലിക്കും, നിങ്ങളുടെ താഴ്ഭാഗത്ത് നിന്ന് അള്ളാഹു ഒരു ശിക്ഷ കൊണ്ടുവന്നേക്കും, അവൻ അതിന് കഴിവുള്ളവനാണ്, നിങ്ങൾക്കത് പേടിയില്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അഊദു ബിവജ്ഹിക്, അല്ലാഹുവേ നിന്റെ വജ്ഹിനോട് ഞാൻ രക്ഷ തേടുന്നു. മൂന്നാമത് അതാ ആ ആയത്തിൽ തന്നെ അള്ളാഹു പറഞ്ഞു, അല്ലെങ്കിൽ നിങ്ങളെ പല കക്ഷികളാക്കി നിങ്ങളെ കൊണ്ട് തന്നെ അള്ളാഹു നിങ്ങളെ ശിക്ഷിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഹാദാ അഹ്വൻ, അത് വളരെ നിസാരമാണല്ലോ. അള്ളാഹുവിൻ്റെ അദാബ് അത് നമ്മൾ വളരെ പേടിക്കേണ്ടതാണ്. എന്നാൽ ആളുകളുടെ ഷർ അതിൽ നമ്മളെ കാക്കാൻ റബ്ബാണുള്ളത്. റബ്ബിൻ്റെ അദാബിനെ ആണ് നമ്മൾ ഭയപ്പെടേണ്ടത്, നമ്മുടെ പാപങ്ങളെയാണ് നമ്മൾ ഭയപ്പെടേണ്ടത്. അത് നമ്മൾ പിടിച്ചേക്കും. എന്നാൽ ഒരിക്കലും ആളുകളെ നമ്മൾ പേടിക്കരുത്, അള്ളാഹുവിനാണ് ഭയപ്പെടേണ്ടത്. അള്ളാഹുവിൽ തവക്കുലാക്കിയവന് ഒന്നിനെയും ഭയപ്പെടേണ്ടി വരികയില്ല. താൽക്കാലികമായി ഉണ്ടാകുന്ന പ്രയാസങ്ങൾ അള്ളാഹുവിൻ്റെ പരീക്ഷണമാണ്, ഖൗഫ് കൊണ്ട് പരീക്ഷിക്കുമെന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അള്ളാഹുലേക്ക് തവക്കുൽ ചെയ്താൽ, റബ്ബിനെ ഇബാദത്ത് ചെയ്താൽ അവന് ആശ്വാസം ഉണ്ടാവും. വലഖദ് നഅലമു അന്നക യദീഖു സദ്റുക ബിമാ യഖൂലൂൻ ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വകും മിനസ് സാജിദീൻ വഅബ്ദ് റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ. വലഖദ് നഅലം, നാം അറിയുന്നുണ്ട് നബിയെ, അന്നക യദീഖു സദ്റുക ബിമാ യഖൂലൂൻ, അവർ പറയുന്ന പല വാക്കുകൾ കാരണത്താൽ താങ്കളുടെ കൽബ് ഇടുങ്ങിപ്പോകുന്നുണ്ട് എന്ന് നമുക്കറിയാം, താങ്കൾക്ക് പ്രയാസമുണ്ടാകുന്നുണ്ട് എന്ന് നമുക്കറിയാം. ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വകും മിനസ് സാജിദീൻ, റബ്ബിനെ നീ തസ്ബീഹും ഹംദും നടത്തുക, അവന് സുജൂദ് ചെയ്യുക. വഅബ്ദ് റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ, ഏറ്റവും ഉറപ്പുള്ള കാര്യം യഖീൻ, അത് വരുന്നത് വരെ നീ നിന്റെ റബ്ബിനെ ഇബാദത്ത് ചെയ്യുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. അവിടുത്തെ പ്രയാസങ്ങളിൽ അവിടുന്ന് അള്ളാഹുവിനെ ഓർത്തു, നിസ്കരിച്ചു, റബ്ബിന് വേണ്ടി സുജൂദ് ചെയ്തു, യഖീൻ വരുന്നത് വരെ, ഈമാനുമായി അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കണ്ടുമുട്ടുന്നത് വരെ. കാരണം പേടിച്ചാലും ശരി, ബേജാറായാലും ശരി, സങ്കടപ്പെട്ടാലും ശരി, സന്തോഷിച്ചാലും ശരി, ഈ ലോകത്ത് അള്ളാഹു നമുക്ക് തീരുമാനിച്ച ആയുസ് കുറയുകയില്ല, കൂടുകയില്ല. അള്ളാഹു തീരുമാനിച്ച അജൽ അവിടെ വരെയാണ് നമ്മൾ ജീവിക്കുള്ളൂ. ദുനിയാവിൽ എന്തുണ്ടായാലും ശരി, ദുനിയാവിന് അവധിയുണ്ട്, അള്ളാഹു നിശ്ചയിച്ച സമയമുണ്ട്, അത് കഴിഞ്ഞാൽ കഴിഞ്ഞു. ഇതിലെ വലുത് ചെറുതാണ്, ഇതിലെ വലിയ സന്തോഷം അത് ചെറുതാണ്, ഇതിലെ ദുനിയാവിലെ വലിയ പ്രയാസം അത് ചെറുതാണ്. ദുനിയാവിലൊന്നും തന്നെ വലുതല്ല. അദ്ദുനിയ എന്ന് പറഞ്ഞാൽ തന്നെ നിസാരമായതെന്നാണ്. അദ്ദുനിയ എന്നതിൻ്റെ അർത്ഥം തന്നെ എന്താണ്? വളരെ നിസാരമായ, ദൂന താഴെപ്പോയി, വളരെ നിസാരമായ, നിലവാരം കുറഞ്ഞതാണ്. പക്ഷേ നമ്മുടെ ദാറു അമൽ, അമലിൻ്റെ സ്ഥലം അതിവിടെയാണ്. ഇനിയിപ്പോൾ ചെല്ലാനുള്ള ദാറുൽ ജസാ, ഇവിടുത്തെ അമലിന് പ്രതിഫലം കിട്ടുന്ന കാലമാണ്. ഇന്ന് നാളെയാണ്, നാളെ അമലില്ല, ഇന്നാണ് അമൽ. നാളെ ഹിസാബ്, നാളെ അമലില്ല, ഇന്നാണ് അമൽ.
അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിൽ തവക്കുലാക്കുക, അതിൻ്റെ വാക്കാണിത്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പറയുന്നത്, ഖുൽ പറയൂ നബിയെ, ഇന്നമാ അദ്ഉ റബ്ബി, ഞാൻ എൻ്റെ റബ്ബിനോടല്ലാതെ ഒരാളോടും ദുആ ചെയ്യുകയില്ല, ഞാൻ എൻ്റെ റബ്ബിനോട് മാത്രമേ ദുആ ചെയ്യുകയുള്ളൂ. വലാ ഉശ്രികു ബിഹി അഹദാ, അവനിൽ ഒരാളെയും ഞാൻ പങ്കുചേർക്കുകയില്ല. ഖുൽ ഇന്നി ലാ അംലികു ലക്കും ദർറൻ വലാ റശദാ, ഖുൽ പറയൂ നബിയെ, ഇന്നി ലാ അംലികു ലക്കും, ഇന്നി ഞാൻ, ലാ അംലിക് ഞാൻ, എൻ്റെ ഉടമസ്ഥതയിലില്ല, ലാ അംലിക് മിൽക്ക് എൻ്റെ കയ്യിലില്ല, അവകാശം എൻ്റെ കയ്യിലില്ല, ലക്കും നിങ്ങൾക്ക്, ദർറൻ വലാ റശദ, ദർറോ റശദോ, നിങ്ങൾക്കൊരു പ്രയാസമോ അല്ലെങ്കിൽ റശദൻ ഒരു നന്മയോ അതെൻ്റെ കയ്യിലല്ല, അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കയ്യിലാണ്. ഐ ഇബ്നു കസീർ പറയുന്നു, ഇന്നമാ അന ബശറും മിസ്ലുക്കും യൂഹാ ഇലൈ, ഞാൻ നിങ്ങളെപ്പോലെ ഒരു മനുഷ്യൻ മാത്രമാണ്, എനിക്ക് അല്ലാഹുവിന്റെ വഹി നൽകപ്പെടുന്നു, അല്ലാഹുവിന്റെ വഹി എനിക്ക് കിട്ടുന്നു. അബ്ദുൻ മിൻ ഇബാദില്ലാഹ്, അല്ലാഹുവിന്റെ അടിമകളിൽപ്പെട്ട ഒരു നബിയാണ്, ഒരു അബ്ദാണ്. ലൈസ ഇലയ്യ മിനൽ അംരി ശൈഉൻ ഫീ ഹിദായതികും വലാ ഗവായതികും, നിങ്ങളെ ഹിദായത്തിലാക്കാനോ നിങ്ങളെ ദലാലത്തിലാക്കാനോ ഉള്ള കഴിവ് എനിക്കില്ല, പറഞ്ഞു തരാൻ മാത്രമാണ് എനിക്ക് കഴിവ്. ഹിദായ അത് പൊതുവെ രണ്ടായി പറയാറുണ്ട്, ഒന്ന് ഹിദായത്തു അൽ ബയാനി വ തൗദീഹ് വ ഹിദായത്തു അത്തൗഫീഖ്. ഒന്ന് ഹിദായത്തുൽ ബയാൻ വ തൗദീഹ്, രണ്ട് ഹിദായത്തു തൗഫീഖ്. ഒന്ന് പറഞ്ഞു കൊടുക്കുക, അതൊരു ഹിദായത്താണ്, സന്മാർഗം പറഞ്ഞു കൊടുക്കുക, എത്തിച്ചു കൊടുക്കുക. രണ്ടാമത്തത് ഹിദായത്തു തൗഫീഖ്, ആ ഹിദായത്ത് എത്തിക്കുക, ഹിദായത്തിലാക്കുക, അത് റബ്ബിന്റെ കയ്യിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പറഞ്ഞു, വഇന്നക ലതഹ്ദി ഇലാ സിറാത്തിൻ മുസ്തഖീം, ഓ നബിയെ താങ്കൾ സിറാത്തുൽ മുസ്തഖീമിലേക്ക് ഹിദായത്ത് ചെയ്യുന്നു, ഹിദായത്ത് ചെയ്യുന്നു എന്ന് അല്ലാഹു ഒരായത്തിൽ പറഞ്ഞു, ഇന്നക ലതഹ്ദി. മറ്റൊരായത്തിൽ അല്ലാഹു പറഞ്ഞു, ഇന്നക ലാ തഹ്ദി മൻ അഹ്ബബ്ത വലാകിൻ അല്ലാഹു യഹ്ദി മൻ യശാ. ഒരായത്തിൽ അല്ലാഹു താങ്കൾ ഹിദായത്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞു, മറ്റൊരായത്തിൽ താങ്കൾ ഹിദായത്ത് ചെയ്യാൻ സാധിക്കുകയില്ല എന്ന് പറഞ്ഞു. ഒന്നെന്താണ്? പറഞ്ഞു കൊടുക്കുക എന്നുള്ള ഹിദായത്ത്. രണ്ടാമത്തെ ഹിദായത്ത് ഖൽബിൽ ഇട്ടു കൊടുക്കുക, തൗഫീഖ് ചെയ്യുക, അത് സാധിക്കുകയില്ല. അബൂ താലിബ് ഹിദായത്തിലാകാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആഗ്രഹിച്ചിരുന്നു, സാധിച്ചിട്ടില്ല. എന്നാൽ ഹിദായ അത് എത്തിച്ചു കൊടുക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സാധിച്ചിട്ടുണ്ട്. അത് എല്ലാവർക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങളുടെ ഹിദായത്തോ നിങ്ങളുടെ ദലാലത്തോ എൻ്റെ കയ്യിലല്ല. ബലിൽ മർജിഉ ഫീ ദാലിക കുല്ലിഹി ഇലല്ലാഹി അസ്സ വജൽ, മറിച്ച് അതിൻ്റെ എല്ലാം മിൽക്ക്, അതിൻ്റെ എല്ലാം അവകാശം റബ്ബിന് മാത്രമാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ കാര്യം, തൻ്റെ അവസ്ഥ എന്താണെന്ന് പറഞ്ഞു കൊടുക്കുക. തൻ്റെ കാര്യം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാര്യം എന്താണ്? ഖുൽ ഇന്നി ലൻ യുജീറനി മിനല്ലാഹി അഹദുൻ വലൻ അജിദ മിൻ ദൂനിഹി മുൽതഹദാ ഇല്ലാ ബലാഗൻ മിനല്ലാഹി വറിസാലാതിഹി വമൻ യഅസില്ലാഹ വറസൂലഹു ഫഇന്ന ലഹു നാറ ജഹന്നം ഖാലിദീന ഫീഹാ അബദാ ഹത്താ ഇദാ റഅൗ മാ യുഅദൂന ഫസയഅലമൂന മൻ അദ്അഫു നാസിറൻ വഅഖല്ലു അദദാ. ഖുൽ പറയൂ നബിയെ, ഇന്നി ലൻ യുജീറനി, എന്നെ ഒരിക്കലും രക്ഷിക്കാൻ സാധ്യമല്ല, മിനല്ലാഹി അല്ലാഹുവിൽ നിന്ന്, അഹദുൻ ഒരാൾക്കും, റബ്ബിൽ നിന്ന് ഒരാൾക്കും എന്നെ രക്ഷിക്കാൻ സാധ്യമല്ല. വലൻ അജിദ, ഞാൻ ഒരിക്കലും കാണുകയില്ല, മിൻ ദൂനിഹി ഐ മിൻ ദൂനില്ലാഹ്, അള്ളാഹുവിന് പുറമെ അള്ളാഹു അല്ലാത്ത ഒരു മുൽതഹദ്, അഭയം തേടിപ്പോകാനുള്ള ഒരാൾ അല്ലെങ്കിൽ അഭയം തേടിപ്പോകാനുള്ള ഒരു സ്ഥലം എനിക്കൊരിക്കലും കാണാൻ സാധ്യമല്ല. എന്ന് പറഞ്ഞാൽ ലൗ അസൈതുഹു, ഇബ്നു കസീർ പറഞ്ഞു, ലൗ അസൈതുഹു, ഞാനെങ്ങാനും റബ്ബിനെ ധിക്കരിച്ചാൽ, ഞാൻ അള്ളാഹുവിൻ്റെ റസൂലാണ്, അള്ളാഹുവിൻ്റെ വഹി എനിക്കുണ്ട്, പക്ഷേ ഞാൻ അള്ളാഹുവിനെ ധിക്കരിച്ചാൽ ഫഇന്നഹു ലാ യഖ്ദിറു അഹദുൻ അലാ ഇൻഖാദി മിൻ അദാബിഹി, അള്ളാഹുവിൻ്റെ അദാബിൽ നിന്ന് എന്നെ പോലും രക്ഷിക്കാൻ ഒരാൾക്കും സാധിക്കുകയില്ല. അഫ്ളലുൽ ഖൽഖ്, നബി സല്ലല്ലാഹു, അള്ളാഹുവിൻ്റെ പടപ്പുകളിൽ ഏറ്റവും അഫ്ളലായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാര്യമാണിത്. അപ്പോൾ പിന്നെ ബാക്കിയുള്ളവരുടെ കാര്യം എന്തായിരിക്കും? ഇത് ശക്തമായ താക്കീദിന്റെ വാക്കാണ്. ഏതുപോലെ വലഖദ് ഊഹിയ ഇലൈക വഇലൽ ലദീന മിൻ ഖബ്ലിക ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ.
താങ്കൾക്കും താങ്കൾക്ക് മുമ്പുള്ള നബിമാർക്കും വഹി നൽകപ്പെട്ടിരിക്കുന്നു. എന്താണ്? ലഇൻ അശ്റക്ത, താങ്കളെങ്ങാനും റബ്ബിൽ പങ്കുചേർത്താൽ ലയഹ്ബതന്ന അമലുക, താങ്കളുടെ അമലുകൾ മുഴുവൻ പൊളിഞ്ഞു പോകും. വലതകൂനന്ന മിനൽ ഖാസിരീൻ, നഷ്ടക്കാരുടെ കൂട്ടത്തിൽ താങ്കൾ പെട്ടുപോകും. ഇത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പറഞ്ഞതാണ്. അതുപോലെ പഴയകാല നബിമാരെക്കുറിച്ച് അല്ലാഹു പറഞ്ഞു, വലൗ അശ്റകൂ ലഹബത അൻഹും മാ കാനൂ യഅമലൂൻ, അവരെങ്ങാനും അല്ലാഹുവിൽ പങ്കുചേർത്തിരുന്നെങ്കിൽ, ശിർക്ക് ചെയ്തിരുന്നുവെങ്കിൽ അവർ ചെയ്തതെല്ലാം പൊളിഞ്ഞുപോയേനെ. അവരൊരിക്കലും അള്ളാഹുവിൻ്റെ അംബിയ ഒരിക്കലും അവനെ ധിക്കരിക്കുകയില്ല, അവനിൽ പങ്കുചേർക്കുന്നവരല്ല. മറിച്ച് അള്ളാഹുവിൻ്റെ പടപ്പുകളിൽ ഏറ്റവും നല്ല ഖൽബിൻ്റെ ഉടമകളാണവർ. പക്ഷേ സംഭവിച്ചിരുന്നുവെങ്കിൽ അള്ളാഹു വെറുതെ വിടുകയില്ല എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളവരുടെ സ്ഥിതി എന്തായിരിക്കും? ചിന്തിച്ചു നോക്കും. ആര് നമ്മെ രക്ഷിക്കാനാണ്? അള്ളാഹുവിൽ നിന്ന് അവനെ ധിക്കരിച്ചാൽ ഒരാൾക്കും അവനെ രക്ഷിക്കാൻ സാധ്യമല്ല. കാരണം ഖിയാമത്ത് നാളിൽ റബ്ബിന്റെ കയ്യിലാണ് മുൽക്ക്. ലിമനിൽ മുൽക്കുൽ യൗം ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ. ആരുടെ കയ്യിലാണ് ഇന്ന് മുൽക്ക്? ആർക്കാണ് ഇന്നത്തെ അവകാശം? ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ, വാഹിദായ ഖഹാറായ ഏകനായ എല്ലാത്തിനെയും അടക്കി ഭരിക്കുന്ന റബ്ബിന് മാത്രം. ആകാശത്തെ ഭൂമി അവൻ ചുരുട്ടിപ്പിടിക്കും. വമാ ഖദറുല്ലാഹ ഹഖ ഖദരിഹി വൽ അർദു ജമീഅൻ ഖബ്ളതുഹു യൗമൽ ഖിയാമ വസ്സമാവാതു മത്വിയാതുൻ ബിയമീനിഹി. ഭൂമി അവന്റെ വലത് കൈയിൽ അവൻ പിടിക്കും, ചുരുട്ടിപ്പിടിക്കും. ആകാശങ്ങളെ ഒന്നാകെ അവൻ കടലാസുകൾ ചുരുട്ടുന്നത് പോലെ ചുരുട്ടും. എന്നിട്ട് അവൻ പറയും, ഐ അനൽ മലിക്, ഞാനാകുന്നു അൽ മലിക്, രാജാധിരാജൻ ഞാനാണ്. ഐന മുലൂകുൽ അർദ്, ഭൂമിയിലെ രാജാക്കന്മാരൊക്കെ എവിടെ? ഐനൽ ജബ്ബാറൂന വൽ മുതകബ്ബിറൂൻ, ഭൂമിയിലെ അഹങ്കാരികളും സ്വേച്ഛാധിപതികളും ഒക്കെ എവിടെ? അള്ളാഹു ചോദിക്കും. ഒരാൾക്കും മിണ്ടാൻ സാധിക്കുകയില്ല. വഖശഅത്തിൽ അസ്വാതു ലിർറഹ്മാൻ ഫലാ തസ്മഉ ഇല്ലാ ഹംസാ, ശബ്ദങ്ങളെല്ലാം റബ്ബിനു വേണ്ടി ഒതുങ്ങും. റബ്ബിന്റെ മുന്നിൽ നീ അന്ന് പിറുപിറുക്കലല്ലാതെ കേൾക്കുകയില്ല. സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിന്റെ കയ്യിലാണ് എല്ലാ മുൽക്കുമുള്ളത്. അവനെ ധിക്കരിച്ചവരെ അവനിൽ നിന്ന്, അവന്റെ പിടുത്തത്തിൽ നിന്ന് രക്ഷിക്കാൻ ഒരാൾക്കും സാധിക്കുകയില്ല. സ്വയം സഹായിക്കാൻ സാധ്യമല്ല, ഒരാളും സഹായിക്കാനും ഉണ്ടാവുകയില്ല. ഏറ്റവും പ്രിയപ്പെട്ടവർ അവർ പോലും ഓടിയകലും. അമലുകൾ പരസ്പരം കൊടുക്കുകയില്ല, സ്നേഹബന്ധങ്ങളില്ല. അൽ അഖില്ലാഉ യൗമഇദിൻ ബഅദുഹും ലിബഅദിൻ അദുവ്വുൻ ഇല്ലൽ മുത്തഖൂൻ. അന്ന് അഖില്ല, ദുനിയാവിൽ വളരെ പ്രിയപ്പെട്ട ആളുകൾ അന്ന് ശത്രുക്കളായിരിക്കും. ഇല്ലൽ മുത്തഖൂൻ, അള്ളാഹുവിനെ സൂക്ഷിച്ചവരൊഴികെ. അപ്പോൾ ഖിയാമത്ത് നാൾ അവിടെ രക്ഷപ്പെടാൻ ഭൂമിയിൽ അള്ളാഹുവിനെ ധിക്കരിച്ചവർക്ക്, അള്ളാഹുവിൻ്റെ റസൂലുകളെ ധിക്കരിച്ചവർക്ക് അവിടെ രക്ഷിക്കാൻ ഒരാളും ഉണ്ടാവുകയില്ല. ഒരു വലിയ ഉണ്ടാവുകയില്ല, ഒരു ഷഫീഅ് ഉണ്ടാവുകയില്ല, ശുപാർശക്കാരൻ, ഒരു ഹമീം, അടുത്തൊരു കൂട്ടുകാരൻ ഉണ്ടാവുകയില്ല, ഒരാളും ഉണ്ടാവുകയില്ല. സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, നബിയോട് അള്ളാഹു പറയാൻ കൽപ്പിക്കുകയാണ്, ഖുൽ ഇന്നി ലൻ യുജീറനി മിനല്ലാഹി അഹദുൻ, അള്ളാഹുവിൽ നിന്ന് എന്നെ രക്ഷിക്കാൻ ഒരാൾക്കും ഒരിക്കലും സാധ്യമല്ല എന്ന് പറഞ്ഞാൽ ഞാൻ അവനെ ധിക്കരിക്കുകയാണെങ്കിൽ. വലൻ അജിദ, ഞാൻ ഒരിക്കലും കാണുകയില്ല, മിൻ ദൂനിഹി, റബ്ബിൽ നിന്ന് രക്ഷപ്പെട്ടോടാൻ ഒരു മുൽതഹദ്. മുൽതഹദ് എന്ന് പറഞ്ഞാൽ മൽജ, ഒരു അഭയസ്ഥാനം. റബ്ബിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ എങ്ങോട്ടുണ്ട്? എവിടെയുണ്ട് വഴി? റബ്ബിലേക്ക് മാത്രം, വേറെ എവിടെയില്ല. ലാ മൽജ വലാ മൻജ മിൻക ഇല്ലാ ഇലൈക്. റബ്ബേ, നിന്നിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ ഒരു സ്ഥലമില്ല, ഇല്ല ഇലൈക്, നിന്നിലേക്കല്ല. സുജൂദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത ഒരു ദുആ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിറിളാക മിൻ സഖതിക വബിമുആഫാതിക മിൻ ഉഖൂബതിക വഅഊദു ബിക മിൻക ലാ ഉഹ്സി സനാഅൻ അലൈക അൻത കമാ അസ്നൈത അലാ നഫ്സിക അല്ലാഹുമ്മ ഇന്നി അഊദു ബിറിളാക മിൻ സഖതിക. റബ്ബേ, നിന്റെ റിള, നിന്റെ തൃപ്തിയോട് ഞാൻ രക്ഷ തേടുന്നു, കാവലിനെ ചോദിക്കുന്നു നിന്റെ കോപത്തിൽ നിന്ന്. വബിമുആഫാതിക, നിന്റെ മാപ്പിനോട് ഞാൻ രക്ഷ ചോദിക്കുന്നു, കാവൽ ചോദിക്കുന്നു. മിൻ ഉഖൂബതിക, നിന്റെ ശിക്ഷയിൽ നിന്ന്. വഅഊദു ബിക, റബ്ബേ, നിന്നിൽ നിന്ന് ഞാൻ രക്ഷ തേടുന്നു, നിന്നോട് ഞാൻ രക്ഷ തേടുന്നു. മിൻക, നിന്നിൽ നിന്ന്. അള്ളാഹുവിൽ നിന്ന് നമ്മെ രക്ഷപ്പെടുത്താൻ ആർക്ക് സാധിക്കും? റബ്ബിന് മാത്രം, അള്ളാഹുവിന് മാത്രം. ഖുൽ ഇന്നി ലൻ യുജീറനി മിനല്ലാഹി അഹദുൻ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ് ഇത് പറയാൻ കൽപ്പിച്ചതെങ്കിൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? ഖുൽ ഇന്നി ലൻ യുജീറനി മിനല്ലാഹി അഹദുൻ വലൻ അജിദ മിൻ ദൂനിഹി മുൽതഹദ.
ഇല്ലാ ബലാഗം മിനല്ലാഹി വരിസാലാത്തി, ഇല്ലാ ബലാഗം മിനല്ലാഹ്, അള്ളാഹുവിങ്കിൽ നിന്നുള്ളത് ബലാഗ് ചെയ്താൽ ഒഴികെ. ബലാഗ് എന്നാൽ എത്തിച്ചു കൊടുക്കുക, ബല്ലഗ യുബല്ലിഗു എത്തിച്ചു കൊടുക്കുക. ഇല്ല ബലാഗം മിനല്ലാഹ്, അള്ളാഹുവിൽ നിന്നുള്ള ബലാഗ് ഒഴികെ. വരിസാലാത്തിഹി, അവന്റെ സന്ദേശം, റിസാല ഒഴികെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അതായത് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്നെ ജനങ്ങൾക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ, എന്നെ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ എന്നെ ഏൽപ്പിച്ചത് എന്താണോ അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുക എന്നതല്ലാതെ എനിക്ക് രക്ഷപ്പെടാൻ ഒരു വഴിയില്ല. എനിക്ക് രക്ഷപ്പെടാൻ ഒരു വഴിയില്ല. ഇത് ചെയ്തില്ലെങ്കിൽ അള്ളാഹു എന്നെ പിടിക്കും. കാരണം അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൽപ്പിച്ചിട്ടുണ്ട്, യാ അയ്യുഹർ റസൂൽ ബല്ലിഗ് മാ ഉൻസില ഇലൈക മിൻ റബ്ബിക് വഇൻ ലം തഫഅൽ ഫമാ ബല്ലഗ്ത റിസാലതഹു വല്ലാഹു യഅസിമുക മിനൻ നാസ്. യാ അയ്യുഹർ റസൂൽ, ഓ റസൂൽ, ബല്ലിഗ്, താങ്കൾ എത്തിച്ചു കൊടുക്കുക, മാ ഉൻസില ഇലൈക മിൻ റബ്ബിക്, താങ്കളുടെ റബ്ബിൽ നിന്ന് താങ്കൾക്ക് അവതരിപ്പിക്കപ്പെട്ടത് എത്തിച്ചു കൊടുക്കുക. വഇൻ ലം തഫഅൽ, താങ്കൾ അത് ചെയ്തില്ലെങ്കിൽ ഫമാ ബല്ലഗ്ത റിസാലതഹു, അള്ളാഹുവിന്റെ റിസാലത്ത് താങ്കൾ എത്തിച്ചു കൊടുത്തില്ല. വല്ലാഹു യഅസിമുക മിനൻ നാസ്, ജനങ്ങളിൽ നിന്ന് അള്ളാഹു താങ്കളെ കാത്തുകൊള്ളും. ഇസ്മ, അത് താങ്കൾക്ക് അള്ളാഹു നൽകും, അള്ളാഹു സംരക്ഷിക്കും. ഇന്നല്ലാഹ ലാ യഹ്ദിൽ ഖൗമൽ കാഫിരീൻ, അള്ളാഹു താങ്കളെ ജനങ്ങളിൽ നിന്ന് സംരക്ഷിക്കും. ഇത് ഞാൻ ചെയ്തില്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്താൻ ഒരാൾക്കും സാധിക്കുകയില്ല. അള്ളാഹുവിങ്കിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടണോ എന്തേ വഴിയുള്ളൂ? ഇല്ലാ ബലാഗം മിനല്ലാഹി വരിസാലാത്തിഹി, അള്ളാഹുവിൻ്റെ അവങ്കൽ നിന്നുള്ള ബലാഗ് എത്തിച്ചു കൊടുക്കൽ, അത് ഞാൻ ചെയ്യലാണ്. വരിസാലാത്തിഹി, അവൻ്റെ റിസാല, അത് ഞാൻ എത്തിച്ചു കൊടുക്കലാണ്. ഇബ്നു കസീർ പറഞ്ഞു, ലാ യുജീറുനി മിൻഹു വയുഖ്ലിസുനി ഇല്ലാ ഇബ്ലാഗി അർറിസാലത അല്ലതി ഔജബ അദാഅഹാ അലൈ. ഇതെത്തിച്ചു കൊടുക്കുക, അള്ളാഹു എനിക്ക് നിർബന്ധമാക്കിയ കാര്യം ഞാൻ എത്തിച്ചു കൊടുക്കുക എന്നതല്ലാതെ എനിക്കൊരു വഴിയില്ല. അതിൽ മുദാഹന പാടില്ല. മുദാഹന എന്ന് പറഞ്ഞാൽ അത് മായം ചേർക്കാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു ചോദിച്ചു, നമ്മുടെ എല്ലാവരോടുമുള്ള ചോദ്യമാണ്, അഫബിഹാദൽ ഹദീസ് അൻതും മുദ്ഹിനൂൻ, ഈ ഹദീസ്, ഈ ഖുർആൻ, ഇതാണോ നിങ്ങൾ മുദാഹന വരുത്തുന്നത്, മായം ചേർക്കുന്നത് എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. ചിലപ്പോൾ ചില സന്ദർഭങ്ങളിൽ അള്ളാഹുവിൻ്റെ കിതാബിലുള്ളത് എന്താണോ അത് പറയേണ്ട സന്ദർഭത്തിൽ പറയാൻ നമുക്കൊരു മടി തോന്നും. ഞാനിവിടെ ആകെ വഷളായി പോവോ എന്ന് തോന്നും. അപ്പം നമുക്ക് നടത്താൻ തോന്നുന്ന ഒരു കാര്യമാണ് മുദാഹന, വെള്ളം ചേർക്കാൻ, പറയുന്ന കാര്യത്തിൽ വെള്ളം ചേർക്കാൻ, അത് മയപ്പെടുത്താൻ തോന്നും. അള്ളാഹു ചോദിക്കുന്നു, അഫബിഹാദൽ ഹദീസി അൻതും മുദ്ഹിനൂൻ, ഈ കിതാബാണോ നിങ്ങൾ മുദാഹന വരുത്തുന്നത്? കാരണം അള്ളാഹുവിൻ്റെ കിതാബ് വാദിഹാണ്, വാദിഹുൻ ജലി, നട്ടുച്ച നേരത്തെ സൂര്യനെ പോലെ വ്യക്തമാണത്, അള്ളാഹുവിൻ്റെ കലാമാണത്. ഇതാണോ നിങ്ങളിങ്ങനെ ചെയ്യുന്നത് എന്നാണ് അള്ളാഹു ചോദിച്ചത്. അന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ കിതാബ് അങ്ങനെ ചെയ്യാനുള്ളതല്ല, മറിച്ച് അള്ളാഹുവിൻ്റെ കിതാബ് വ്യക്തമാക്കാനുള്ളതാണ്. അള്ളാഹുവിൻ്റെ കിതാബ് ജനങ്ങളോട് പറയാനുള്ളതാണ്. എന്ന് പറഞ്ഞാൽ എല്ലാ സമയത്തും ഒരുപോലെയല്ല, എല്ലാ ആളുകളോടും ഒരുപോലെയല്ല, അത് സംശയമില്ലാത്ത കാര്യമാണ്. എല്ലാ ആളുകളോടും ഒരുപോലെയല്ല പറയേണ്ടത്. ചില ആളുകൾക്ക് അവർക്ക് തീരെ വിവരം കുറവായിരിക്കും, ചില ആളുകൾ വിവരമുള്ള ആളുകളായിരിക്കും, ചില ആളുകൾക്ക് മനസ്സിലാക്കാൻ പ്രയാസമായിരിക്കും, ചില ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാകും, ചില ആളുകൾ കുറേ കാലമായിട്ട് അനുവർത്തിച്ചു വരുന്നതിനെതിരായിരിക്കും. അപ്പോൾ ആരോടാണോ പറയുന്നത്? ചില വിഷയങ്ങൾ, ചിലത് ഗൗരവമുള്ള വിഷയമായിരിക്കും, ചിലത് അത്രയൊന്നും ഗൗരവമില്ലാത്ത വിഷയമായിരിക്കും. എന്നതുപോലെ അതൊക്കെ നോക്കേണ്ടതുണ്ട്, അത് നോക്കേണ്ടതില്ല എന്നല്ല പറഞ്ഞത്. പക്ഷേ ഇത് ഒരിക്കലും നമുക്ക് തഫ്രീത്ത്, പറയേണ്ട സമയത്ത് പറയാതിരിക്കാൻ നമ്മെ പ്രേരിപ്പിക്കരുത്. അള്ളാഹുവിൻ്റെ കലാം, അള്ളാഹുവിൻ്റെ ദീൻ, അത് എത്തിച്ചു കൊടുക്കുന്നതിൽ നിന്ന്, പറയേണ്ട സ്ഥലത്ത് പറയുന്നതിൽ നിന്ന് നമ്മെ തെറ്റിക്കരുത്. കാരണം അത് വലിയ തെറ്റാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ റആ മിൻകും മുൻകറൻ ഫലിയുഗയ്യിർഹു ബിയദിഹി വമൻ ലം യസ്തതി' ഫബിലിസാനിഹി വഇൻ ലം യസ്തതി' ഫബിലിസാനിഹി വഇൻ ലം യസ്തതി' ഫബിഖൽബിഹി വദാലിക അദ്അഫുൽ ഈമാൻ വലൈസ വറാഅ ദാലിക മിസ്ഖാലു ഹബ്ബത്തിൻ മിൻ ഖർദലിൻ മിനൽ ഈമാൻ. നിങ്ങളിൽ ആരെങ്കിലും ഒരു മുൻകർ, ഒരു തെറ്റ് കണ്ടാൽ അവനത് കൈകൊണ്ട് തടയട്ടെ, അതിന് സാധിച്ചില്ലെങ്കിൽ നാവ് കൊണ്ട് വിലക്കട്ടെ, അതിനും സാധിച്ചില്ലെങ്കിൽ കൽബ് കൊണ്ട് അതിനെ ഇൻകാർ ചെയ്യട്ടെ, അതിനെ മാറ്റി കൽബ് കൊണ്ട് അതിനെ വെറുക്കട്ടെ. അത് ഏറ്റവും ഈമാനിൻ്റെ ഏറ്റവും ദുർബലമായ അവസ്ഥയാണത്. അതും കൂടി ചെയ്തില്ലെങ്കിൽ, കൽബ് കൊണ്ടുകൂടി നമുക്ക് അതിനോട് വെറുപ്പില്ലെങ്കിൽ അതിന് ശേഷം പിന്നെ ഈമാനില്ല.
എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു അവൻ്റെ റിസാല അതെത്തിച്ചു കൊടുക്കല്ലാതെ അള്ളാഹുവിൽ നിന്ന് എന്നെ രക്ഷിക്കുകയില്ല. ഇല്ലാ ബലാഗം മിനല്ലാഹി വരിസാലാത്തിഹി. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു വമൻ യഅസില്ലാഹ വറസൂലഹു, ആരെങ്കിലും അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും ധിക്കരിച്ചാൽ, അവരോട് മാസിയത്ത്, അള്ളാഹുവിനോടും റസൂലിനോടും മാസിയത്ത് കാണിച്ചാൽ, ഫഇന്ന ലഹു, അവനുള്ളത്, തീർച്ചയായും അവനുള്ളത് നാറ ജഹന്നം, ജഹന്നമിൻ്റെ നാറാകുന്നു, നരകത്തിയാകുന്നു. ഖാലിദീന ഫീഹ അബദ, ഖാലിദീന ഫീഹ, അവരവിടെ ശാശ്വതരായിരിക്കും, അബദൻ, എല്ലാ കാലത്തേക്കും. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ ധിക്കരിക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ധിക്കരിക്കുക എന്നത് എല്ലാ വിഷയങ്ങളിലും ഒരുപോലെയല്ല. ഈമാനിൽ അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും ധിക്കരിച്ചാൽ അവൻ ഖാലിദീന ഫീഹ അബദ, നരകത്തിൽ. എന്നാൽ നരകത്തിൽ ഖാലിദാകാത്ത പാപങ്ങളുണ്ട്, ശിർക്കോ കുഫ്റോ അല്ലാത്ത പാപങ്ങൾ. അത് ചെയ്തവൻ അവൻ തഹ്ത മശീഅത്തില്ലാഹ്, അള്ളാഹുവിൻ്റെ മശീഅത്തിന് കീഴിലാണ്. ഇൻഷാ അദ്ദബഹ് വ ഇൻഷാ ഗഫറ ലഹ്, അവൻ ഉദ്ദേശിച്ചാൽ അവന് പുറത്തു കൊടുക്കും, അവൻ ഉദ്ദേശിച്ചാൽ അവനെ ശിക്ഷിക്കും. പക്ഷേ മുസ്ലിമായ ശിർക്കോ കുഫറോ ഇല്ലാത്ത ഒരാൾ, അയാൾ ഒരിക്കലും നരകത്തിൽ ഖാലിദാവുകയില്ല. അവൻ ഒരു കാലത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഏതെങ്കിലും ഒരു കാലത്ത് അള്ളാഹു അവനെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നതാണ്, അള്ളാഹു അവനെ സ്വർഗത്തിലാക്കുന്നതാണ്. കാരണം നരകം കാഫിറുകളുടെ ദാറും മുഅ്മിനുകളുടെ ദാറും ഒരേ ദാറല്ല. നരകം പല ദാറുകളാണ്. ദാർ എന്നാൽ സാധാരണ വീട്ടിന് ദാർ എന്ന് പറയും. നരകം പല ദാറുകളാണ്. കാഫിറുകൾ അള്ളാഹു താമസിപ്പിക്കുന്ന നരകത്തിൽ ദാർ അതല്ല. മുഅ്മിനുകളിൽ തെറ്റുകൾ ചെയ്ത ആളുകൾ അള്ളാഹു പാർപ്പിക്കുന്ന ദാർ അതെന്തല്ല, കാഫിറുകളെ പാർപ്പിക്കുന്ന ദാറല്ല. നരകം പല ദാറുകളാണെന്ന്. മുഅ്മിനുകൾ അവരെ മുഴുവനായും തീ സ്പർശിക്കുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ വന്നിട്ടുണ്ട്, അവരെ മൗദുഉ സുജൂദ് ചെയ്ത ഭാഗം അവിടെ നരകം സ്പർശിക്കുകയില്ല. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ രക്ഷപ്പെടുത്തുന്നതാണ്. അവരവിടെ നിന്ന് ഒരു കാലം അവരെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തും. എന്നാൽ ഈമാനിൽ അള്ളാഹുവിനെ അവൻ്റെ റസൂലിനെ സല്ലല്ലാഹു അലൈഹി വസല്ലം ധിക്കരിച്ചവർ, അഥവാ ശിർക്കോ കുഫറോ സംഭവിച്ചവർ, അവർ നരകത്തിൽ ഖാലിദുകളാണ്. അവർക്കവിടെ നിന്ന് രക്ഷയില്ല. حتى إذا رأوا ما يوعدون فسيعلمون من أضعف ناصرا وأقل عددا. حتى إذا رأوا അവർ കണ്ടാൽ, حتى എന്നത് حتى جاء എന്നാണ് വരുന്നത് വരെ. حتى إذا رأوا അവർ അത് കണ്ടാൽ, അവർ കണ്ടാൽ എന്ത് കണ്ടാൽ, മാ യുഅദൂന എന്താണ് അവർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടത്, അഥവാ നരകം അവർ കണ്ടാൽ, ഫസയഅലമൂന അപ്പോൾ അവരറിയും, മൻ അദ്അഫു നാസിറ ആരാണ് ഏറ്റവും ദുർബലരായ സഹായികളുള്ളവർ. മൻ അദ്അഫു ആരാണ്, ദഈഫ്, നാസിറ സഹായം കിട്ടുന്നവർ, ഏറ്റവും ദുർബലമായ സഹായമുള്ളത് ആർക്കാണ്. വഅഖല്ലു അദദ ഏറ്റവും കുറഞ്ഞ എണ്ണം, ഖലീലാണ് അതിൻ്റെ അഹ്സൻ അഫ്അൽ വസ്നാണ് അഖൽ, ഏറ്റവും കുറഞ്ഞത്. അഖല്ലു അദദൻ എണ്ണം ഏറ്റവും കുറഞ്ഞവരും സഹായം ഏറ്റവും ദുർബലരായവരും ആരാണെന്ന് അവരവിടെ വെച്ച് മനസ്സിലാക്കും. ഈ ആയത്ത് സുബ്ഹാനല്ലാഹ് ഒരുപാട് ചിന്തിക്കാനുള്ള ആയത്താണ്. കാരണം ദുനിയാവിൽ ഇങ്ങനെയല്ല, ഇതിലാണ് പലരും വഞ്ചിതരാകുന്നത്. ഒന്ന് എണ്ണത്തിൽ ജനങ്ങൾ വഞ്ചിതരാകും. നമ്മൾ എത്രയാണുള്ളത്, അവർ വളരെ കുറച്ചാണ് എന്നതിൽ ആളുകൾ വഞ്ചിതരാകും. മുഅ്മിനുകൾ അവരുടെ കുറവ് കൊണ്ട് ഭയപ്പെട്ടേക്കും. പിന്നെയോ സഹായികൾ, എണ്ണം കുറച്ചാണെങ്കിലും ശക്തരായ സഹായികൾ ഉണ്ടെങ്കിൽ അത് കിട്ടിയവർ അതിൽ വഞ്ചിതരായേക്കും, കിട്ടാത്തവർ അതിൽ പേടിച്ചേക്കും. സുബ്ഹാനല്ലാഹ്. ഖിയാമത്ത് നാളിൽ എത്തിയാൽ അല്ലാഹു പറയുന്നു, അവർ മനസ്സിലാക്കും, മൻ അദ്അഫു നാസിറൻ വഅഖല്ലു അദദാ ആർക്കാണ് ഏറ്റവും ദുർബലരായ സഹായികൾ, ആരാണ് ഏറ്റവും എണ്ണക്കുറവുള്ളത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ സൈന്യങ്ങളെ അവരവിടെ വെച്ച് കാണുകയാണ്. കോടാനു കോടി അള്ളാഹുവിൻ്റെ മലായിക അവരവർ കാണും. വജാഅ റബ്ബുക വൽ മലക്കു സഫൻ സഫാ സഫായി അള്ളാഹുവിൻ്റെ മലായിക വരും. അവൻ്റെ സൈന്യങ്ങൾ അതീവ ബലമുള്ള, അതീവ വലിപ്പമുള്ള അള്ളാഹുവിൻ്റെ സൈന്യങ്ങൾ അവരവർ കാണും. അവർ മനസ്സിലാക്കും ഏത് ജംആണ്
അവരെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ ഏത് ഐക്യമാണ്, അല്ലെങ്കിൽ ഏത് കൂട്ടാളികളാണ് അവരെ സഹായിക്കുക? അള്ളാഹു പറഞ്ഞു സയുഹ്സമുൽ ജംഉ വയുവല്ലൂന അദ്ദുബുർ ബലിസ്സാഅതു മൗഇദുഹും വസ്സാഅതു അദ്ഹാ വഅമർ. അവരുടെ ജംഅ്, അവരുടെ കൂട്ടം അത് തകരും. വയുവല്ലൂന അദ്ദുബുർ, അവർ പിന്തിരിഞ്ഞോടും. ബലിസ്സാഅതു മൗഇദുഹും, അല്ല, അവർക്കുള്ള വാഗ്ദാനം ചെയ്യപ്പെട്ട സ്ഥലം അത് ഖിയാമത്ത് നാളാണ്. വസ്സാഅതു അദ്ഹാ വഅമർ, അതാണ് ഏറ്റവും കൈപ്പേറിയത്. ഖിയാമത്ത് നാളെ ശിക്ഷ, അതാണ് ഏറ്റവും വലിയ ശിക്ഷ. നഊദു ബില്ലാഹ്. ഖിയാമത്ത് നാളിലെത്തിയാൽ ആളുകൾക്ക് മനസ്സിലാകും ബലിൽ മുശ്രികൂന ലാ നാസിറ ലഹും ബിൽ കുല്ലിയ. ഇബ്നു കസീർ പറഞ്ഞു അവർക്കൊരു സഹായവുമില്ല. ദുർബലരായ സഹായി ആരുടേതാണ് എന്ന് പറഞ്ഞാൽ ദുർബലരായ ഏതെങ്കിലും സഹായികളുണ്ടെന്നല്ല, ഒരു സഹായവുമില്ല. വഹും അഖല്ലു അദദ, ഏറ്റവും കുറച്ചെണ്ണം അവരായിരിക്കും മുശ്രിക്കുകൾ. മിൻ ജുനൂദില്ലാഹി അസ്സ വജൽ. ആരെ വെച്ച് നോക്കിയാൽ? അള്ളാഹുവിന്റെ സൈന്യങ്ങളെ വെച്ച് നോക്കിയാൽ, അള്ളാഹുവിന്റെ സൈന്യങ്ങളെ വെച്ച് നോക്കിയാൽ ഖിയാമത്ത് നാളെ എത്തിയാൽ അവർക്കത് മനസ്സിലാവുമെന്ന്. ഇത് നോക്കുക, അള്ളാഹു പറയുന്നു ഖുൽ ഇൻ അദ്രി അഖരീബും മാ തുഅദൂന അം യജഅലു ലഹു റബ്ബി അമദ ആലിമുൽ ഗൈബി ഫലാ യുദ്ഹിറു അലാ ഗൈബിഹി അഹദ ഇല്ല മൻ ഇർതദാ മിൻ റസൂലിൻ ഫഇന്നഹു യസ്ലുകു മിൻ ബൈനി യദൈഹി വമിൻ ഖൽഫിഹി റസദ ലിയഅലമ അൻ ഖദ് അബ്ലഗു റിസാലാത്തി റബ്ബിഹിം وأحاط بما لديهم وأحصى كل شيء عددا. قل എന്താണ് ഖുൽ? പറയൂ നബിയെ, ഇൻ അദിരി എന്നല്ല അദിരി. ഇൻ അദിരി, എനിക്കറിയില്ല. ഖരീബുൻ, ഖരീബാണോ എന്ന്, അതായത് അടുത്താണോ ഉള്ളത്. ഖരീബ് എന്ന അകലം കുറഞ്ഞത്, അടുത്ത്. ബഈദ്, ദൂരെ. ഖുൽ ഇൻ അദിരി, പറയൂ നബിയെ എനിക്കറിയില്ല. അഖരീബുൻ, അടുത്താണോ. മാ തുഅദൂൻ, എന്താണോ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെടുന്നത്, അഥവാ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെടുന്ന കാര്യം, അഥവാ അസ്സാഅ യൗമുൽ ഖിയാമ, അത് അടുത്താണോ സംഭവിക്കുക? എനിക്കറിയില്ല. അം അതല്ല യജഅലു ലഹു റബ്ബി അമദ, അം അതല്ല യജഅലു ലഹു, അതിന് അല്ലാഹു ഏർപ്പെടുത്തുമോ? ഖിയാമത്ത് നാളിന് അല്ലാഹു ഏർപ്പെടുത്തുമോ? റബ്ബി, ഖിയാമത്ത് നാളിന് ഏർപ്പെടുത്തുമോ? റബ്ബി, എൻ്റെ റബ്ബ്. അമദൻ, അമദൻ എന്നാൽ ഒരു അവധി. ഇവിടെ അമദൻ എന്നാൽ ഉദ്ദേശം അമദൻ ബഈദ, അമദൻ ബഈദൻ. ഖരീബാണോ ഖിയാമത്ത് നാൾ, അതല്ല വിദൂരമായൊരു അവധി അള്ളാഹു അതിന് വെച്ചിട്ടുണ്ടോ എന്നെനിക്കറിയില്ല എന്ന് പറയൂ നബിയെ. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയില്ല ഖിയാമത്ത് നാൾ എപ്പോഴാണെന്ന്. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഗൈബ് അറിയും എന്ന ശിർക്കിന്റെ വിശ്വാസം വെച്ചു പുലർത്തുന്ന എത്ര ആളുകൾ. കൂലിട്ടു വിചാരിച്ചിട്ട് ചൊല്ലുന്ന ബൂർദ, ബൂസീർ എഴുതിയ ബൂർദ, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയുകയാണ്. വഇന്ന മിൻ ഇൽമിക അദ്ദുനിയ വദറതഹ വഇന്ന മിൻ ജൂദിക അദ്ദുനിയ വദറതഹ വമിൻ ഉലൂമിക ഇൽമുൽ ലൗഹി വൽ ഖലമി. വഇന്ന മിൻ ജൂദിക, നബിയെ താങ്കളുടെ ഔദാര്യത്തിൽപ്പെട്ടതാണ് അദ്ദുനിയ വദറതഹ, ദുനിയാവും അതിന്റെ ദറത്തും. ദറത്ത് എന്നാൽ ഒരു പെണ്ണിന്റെ, അവളുടെ ഭർത്താവിന്റെ വേറൊരു ഭാര്യ, അവൾ ഇവളുടെ ആരാണ്? ദറത്ത് എന്ന് പറയും. ഇവിടെ അവൾ ലറത്താണ്. അപ്പൊ ദുനിയാവും അതിന്റെ ലറത്തും എന്ന് പറഞ്ഞാൽ ദുനിയാവും പരലോകവും, അത് രണ്ടും നബി അങ്ങയുടെ ഔദാര്യത്തിൽപ്പെട്ടതാണ്. വമിൻ ഉലൂമിക, നബിയെ താങ്കളുടെ ഇൽമിന്റെ ഭാഗം മാത്രമാണ് ഇൽമുൽ ലൗഹി വൽ ഖലമി. അള്ളാഹു എല്ലാം എഴുതി വെച്ച അവന്റെ ലൗഹുൽ മഹ്ഫൂദ്, അതിന്റെ ഇൽമും, അത് എഴുതാൻ അള്ളാഹു ഉപയോഗിച്ച അവന്റെ കലം, അതിന്റെ ഇൽമും നബി അങ്ങയുടെ ഇൽമിന്റെ ചില ഭാഗം മാത്രമാണ്. സുബ്ഹാനല്ലാഹ്, അബൂജഹൽ പോലും പറയാത്ത ശിർക്കാണ്. മുശ്രിക്കുകളെ, പഴയകാല മുശ്രിക്കുകളെ കടത്തി ഒട്ടുന്ന ശിർക്കാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എല്ലാ ഗൈബും അറിയും, അള്ളാഹുവിന്റെ അംബിയായിന് എല്ലാ ഗൈബും അറിയും എന്ന് വിശ്വസിക്കുന്നവരാണ് പല മുസ്ലിമീങ്ങളാണെന്ന് പറയുന്ന പല ആളുകളും. അപ്പോ ഈ ആയത്ത് നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പറയുന്നു, പറയൂ നബിയെ എനിക്കറിയില്ല ഖിയാമത്ത് നാൾ അള്ളാഹു അടുത്താണോ ആക്കിയിട്ടുള്ളത്, അതല്ല അതിന് വിദൂരമായ ഒരു ഭാവി, വിദൂരമായ ഒരു അവധി അള്ളാഹു വെച്ചിട്ടുണ്ടോ. അമദൻ എന്ന് പറഞ്ഞാൽ മുദ്ദത്തൻ തവീല, ഇവിടെ ഉദ്ദേശം വലിയ ഒരു അവധി. ഇബ്നു കസീർ റഹിമഹുല്ലാഹ് ഈ ആയത്തിന്റെ തഫ്സീറിൽ പറഞ്ഞ ഒരു കാര്യം ശ്രദ്ധിക്കുക. അവിടുന്ന് പറഞ്ഞു വഫി ഹാദിഹിൽ ആയത്തിൽ കരീമ, ഈ ആയത്തിൽ തെളിവുണ്ട് على أن الحديث الذي يتداوله كثير من الجهلة, പല ജാഹിലുകളും
പറയുന്ന അവരുടെ നാവിലൂടെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ഹദീസുണ്ട്. എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞതായി, ലാ യുഅല്ലഫു തഹ്തൽ അർദ്, ഞാൻ 1000 വർഷം മണ്ണിനടിയിൽ കിടക്കുകയില്ല എന്ന് പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസ് പല ജാഹിലുകളും നാവുകൊണ്ട് പറയാറുണ്ട്. ഇത് കദിബുൻ ലാ അസ്ല ലഹ്, ഇത് കളവാണ്, ഒരു അസ്ലുമില്ല. വലം നറഹു ഫീ ഷൈഇൻ മിനൽ കുതുബ്, ഒരു കിതാബിലും നാം ഇത് കണ്ടിട്ടില്ല. ഒരു കിതാബിലും ഇല്ലാത്ത ജനങ്ങളുടെ നാവിലൂടെ പ്രസിദ്ധമായ ഒരു ഹദീസാണ് ഇത്. 1000 കൊല്ലം ഞാൻ ഖബറിൽ കിടക്കൂല എന്ന് കള്ള ഹദീസ് ചില ആളുകൾ ഉണ്ടാക്കി. അത് പൊളിഞ്ഞു. എപ്പോ? 1000 കൊല്ലം കഴിഞ്ഞപ്പോ. അപ്പൊ പുതിയ ഉണ്ടാക്കി. 1000 വർഷം ഞാൻ കിടന്നു, പക്ഷെ 2000 ഒരിക്കലും കിടക്കുകയില്ല. അതാണ് ചില ആളുകൾ പറയാറുള്ളത്, ഞാൻ 1800 1600 അത്രയിൽ പരം വർഷം ഖബറിൽ കിടക്കുകയില്ലെന്ന് ചില ആളുകളൊക്കെ പറയുന്നത് കേൾക്കാറുണ്ട്. അങ്ങനെ ഒരു ഹദീസുണ്ട്. കെദിബാണ്, ഒരു അസുരമില്ല എന്ന് പറഞ്ഞാൽ 1800 ആയാൽ വേറെ ഉണ്ടാക്കും. 1800 കിടന്നിട്ടുണ്ട്, പക്ഷെ ഇനി അത്ര കിടക്കുകയില്ല. അത് ഇടയ്ക്കിടയ്ക്ക് ആളുകൾ പറയാറുണ്ടല്ലോ, ഇത്ര വർഷം ഇന്ന തീയതി ഖിയാമത്ത് സംഭവിക്കും എന്ന് പല ആളുകളും പറയാറുണ്ട്, പലരും കാത്തിക്കാറുണ്ട്. എന്നിട്ട് അന്നായാൽ അന്ന് ദിവസം കഴിഞ്ഞാൽ അത് പൊളിയും. അപ്പൊ പിന്നെ അടുത്തത്. സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചാണ് നമുക്ക് ചോദിക്കാനുള്ളത്, വമാ അദത്ത ലിദാലിക്, നീ എന്താണ് അതിനുവേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ളത്? അത് പറയും. ഖിയാമത്ത് നാൾ ഇന്ന് സംഭവിക്കട്ടെ, നാളെ സംഭവിക്കട്ടെ, ഇപ്പോൾ സംഭവിക്കട്ടെ. ഓരോരുത്തർക്കും അവന്റെ ഖിയാമത്തുണ്ട്, അവന്റെ മരണം. വമാ അദത്ത ലിദാലിക്, നീ എന്താണ് അതിനുവേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ളത് സഹോദര? നീ നിനക്ക് മരണം സംഭവിച്ചാൽ, നിന്റെ അമലിന്റെ സമയം തീർന്നു പോയാൽ എന്തുകൊണ്ടാണ് പോകാനുള്ളത്? നമ്മുടെ മുൻഗാമികൾ സലഫുസ് സാലിഹുകളിൽപ്പെട്ട പല ആളുകളും അവരെക്കുറിച്ച് പറയപ്പെടാറുണ്ട്. അവരിൽ ചിലരോട് ഇതാ മലക്കുൽ മൗത്ത് ബാബിലുണ്ട്, വാതിൽ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാലും ശരി, ഒരു അമലും അവർക്ക് അധികം ചെയ്യാനില്ല. സുബ്ഹാനല്ലാഹ്. എന്തെങ്കിലും ഒന്ന് അധികം ചെയ്യാൻ അവർക്ക് കഴിയില്ല. കാരണം അവർ എല്ലാ സമയത്തും മരണത്തിന് വേണ്ടി ഒരുങ്ങിയിട്ടുള്ളവരാണവർ. ഒരുപാട് അമലുകൾ അതിനു വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. മലക്കുൽ മൗത്ത് വാതിലുണ്ടെന്ന് പറഞ്ഞാലും അവർക്ക് അധികം ഒന്നും ചെയ്യാനില്ല എന്ന് പല സലഫുകളെ കുറിച്ചും മുൻഗാമികൾ ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത്രയും ഖൈറിൽ ജീവിച്ച ആളുകളായിരുന്നു അവർ എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ച ഒരു പ്രയോഗമാണ്. മലക്കുൽ മൗത്ത് ബാബിലുണ്ടെന്ന് പറഞ്ഞാലും പുതുതായി ഒന്നും ചെയ്യാൻ. അപ്പോൾ നമ്മുടെ അമലുകൾ നന്നാക്കുക, പാപങ്ങൾ ഒഴിവാക്കുക, അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തുക. ഏത് സമയത്തും സംഭവിച്ചേക്കും. അപ്പോൾ ഖിയാമത്ത് നാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തേക്ക് അത് അറിയുകയില്ല. എന്നാൽ ഒരു ഹദീസ് ഇങ്ങനെ വന്നിട്ടുണ്ട്, ശ്രദ്ധിക്കുക. സഹീഹായ ഒരു ഹദീസ് ഇതാണ്. ഇമാം അബൂ ദാവൂദ് റഹിമഹുല്ലാഹ് അദ്ദേഹം റിവായത്ത് ചെയ്തിട്ടുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്നു, ഇന്നി ലഅർജു അല്ലാ തഅജിസ ഉമ്മതി ഇൻദ റബ്ബിഹാ അൻ യുഅഖിറഹും നിസ്ഫ യൗം. അള്ളാഹു എൻ്റെ ഉമ്മത്തിന് ഒരു ദിവസം സമയം നീട്ടിക്കൊടുക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഒരു ദിവസം. സഅദ് ഇബ്നു അബി വഖാസിനോട്, ഈ ഹദീസ് റിവായത്ത് ചെയ്ത സഹാബിയോട് ആളുകൾ ചോദിച്ചു, ഒരു ദിവസത്തിന്റെ പകുതി, ഒരു ദിവസമല്ല, നിസ്ഫ്യം, ഒരു ദിവസത്തിന്റെ പകുതി എൻ്റെ ഉമ്മത്തിന് അള്ളാഹു സമയം നീട്ടിക്കൊടുക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതിനു മുമ്പ് അള്ളാഹു വരെ പിടിക്കുകയില്ല. അപ്പോൾ സഅദ് ഇബ്നു അബി വഖാസിനോട് കേട്ടവർ ചോദിച്ചു, വകം നുസ്ഫു യൗം, എന്താണ് ഈ ഒരു ദിവസത്തിന്റെ പകുതി എന്ന് പറഞ്ഞാൽ? അത് എത്രയാണ്? 500 ആം. അപ്പോൾ സഅദ് ഇബ്നു അബി വഖാസ് പറഞ്ഞു, 500 വർഷം. റസൂലുള്ളാഹി പറഞ്ഞു, ഒരു ദിവസത്തിന്റെ പകുതി ഈ ഉമ്മത്തിന് അള്ളാഹു സമയം നീട്ടിക്കൊടുക്കാതിരിക്കുകയില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇന്നി ലഅർജു, ഞാൻ പ്രതീക്ഷിക്കുന്നു. സഅദ് ഇബ്നു അബി വഖാസിനോട് ചോദിച്ചു, എന്താണ് ഈ ഒരു ദിവസത്തിന്റെ പകുതി? അപ്പോൾ സഅദ് ഇബ്നു അബി വഖാസ് പറഞ്ഞു, 500 ആം, 500 വർഷം. അപ്പോൾ ഒരു ദിവസം എത്ര ആയിരിക്കും? 1000 വർഷം. അത് ഖുർആനിലെ ആയത്തിൽ നിന്ന് അവർ എടുത്തിട്ടുള്ളതാണ്. യൗമിൻ കാന മിഖ്ദാറുഹു അൽഫ സനത്തിൻ മിമ്മ തഉദ്ദൂൻ, നിങ്ങൾ എണ്ണുന്ന 1000 വർഷമാണ് ഒരു ദിവസം എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വതആലയിൽ നിന്ന് അവൻ്റെ അമ്ർ അത് താഴേക്ക് ഇറങ്ങുന്നു. ഭൂമിയിൽ നിന്ന് അവൻ്റെ അരികിലേക്ക് 500 വർഷം വഴി ദൂരമുണ്ടെന്ന്. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും 500 1000. എന്നാൽ മലായിക നമ്മൾ കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് ആ ദൂരം താണ്ടിയിരിക്കും എന്നാണ് ആ ആയത്തിൻ്റെ തഫ്സീറിൽ മുഫസ്സിറുകൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, 500 വർഷമാണ് ഈ അര ദിവസം, ഒരു ദിവസത്തിൻ്റെ പകൽ. അത്രയും എൻ്റെ ഉമ്മത്തിന് അള്ളാഹു സമയം നീട്ടിക്കൊടുക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റജാ ആണ്.
എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം അള്ളാഹു ഈ മുസ്ലിം ഉമ്മത്തിനെ 500 വർഷത്തേക്കെങ്കിലും അള്ളാഹു സമയം കൊടുക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതീക്ഷിച്ചു. 500 വർഷത്തിന് മുമ്പ് എന്ത് സംഭവിക്കില്ലെന്ന്? ഖിയാമത്ത് നാൾ സംഭവിക്കുകയില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പോൾ അതിനുശേഷം എപ്പോഴും സംഭവിക്കാം, അതിനു മുമ്പും സംഭവിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു ഇൽമു കൊടുത്തിട്ടില്ല, പക്ഷെ അവിടുത്തെ എന്താണ്? റജാഅൻ, അവിടുത്തെ പ്രതീക്ഷയാണ്. ഇന്നി ലഅർജു, ഞാൻ പ്രതീക്ഷിക്കുന്നു, അല്ലാ തഅജിദ ഉമ്മതി ഇൻദ റബ്ബിഹാ അൻ യുഅഖിറഹും നിസ്ഫ യൗം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അര ദിവസം എൻ്റെ ഉമ്മത്തിന് അള്ളാഹു സമയം നീട്ടി കൊടുക്കാതിരിക്കില്ല എന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. ഈ ഹദീസ് റിവായത്ത് ചെയ്ത സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, എന്താണ് നിസ്ഫ് യൗം? അപ്പോൾ പറഞ്ഞു 500 ആം. അപ്പോൾ ഈ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖിയാമത്ത് നാൾ നമുക്ക് തഹ്ദീദ് ചെയ്ത് ഇന്ന സമയത്താണെന്ന് പറഞ്ഞു തന്നിട്ടില്ല. അവിടത്തേക്ക് അറിയില്ല, ജിബ്രീലിന് അറിയില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയില്ല. പിന്നെ ആർക്കറിയുണ്ടാകുക? ഒരാൾക്കും അറിയില്ല. ജിബ്രീൽ വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചില്ലേ എപ്പോഴാണ് ഖിയാമത്ത് നാൾ? റസൂലുള്ളാഹി പറഞ്ഞു, മൽ മസ്ഊലു അൻഹാ ബിഅലമ മിനസ് സാഇൽ. അതിനെക്കുറിച്ച് ചോദിക്കപ്പെട്ട ആൾക്ക് ചോദിച്ച ആളേക്കാൾ അറിയില്ല. ജിബ്രീലിനും അറിയില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും അറിയില്ല. അഫ്ളലുൽ മലായിക ജിബ്രീൽ, അഫ്ളലുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാൾക്കറിയാം. മാത്രമല്ല ആ മറുപടിയിൽ ഒരു സൂചന ഉണ്ട്. എനിക്കറിയില്ല എന്നല്ല പറഞ്ഞത്, ജിബ്രീലിനേക്കാളും മുഹമ്മദിന് അറിയില്ല എന്നല്ല പറഞ്ഞത്. ചോദിച്ച ആളേക്കാൾ ചോദിക്കപ്പെട്ട ആൾക്ക് അറിയില്ല. ഖിയാമത്ത് നാൾ വരെ അങ്ങനെ തന്നെയാണ്. ആരോട് ചോദിച്ചാലും ഇത് അറിയണ്ടാവില്ല. ചോദിച്ച ആൾക്കും അറിയണ്ടാവില്ല, ചോദിക്കപ്പെട്ട ആൾക്കും അതറിയുകയില്ല. മറിച്ച് സൂചനകൾ മാത്രം. ഖിയാമത്ത് നാളിലെ ലക്ഷണങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ, അതുമാത്രം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ആലിമുൽ ഗൈബി ഫലാ യുദ്ഹിറു അലാ ഗൈബിഹി അഹദ. എൻ്റെ റബ്ബ് എങ്ങനെയുള്ളവനാണ്? ആലിമുൽ ഗൈബ്, അവൻ ഗൈബ് അറിയുന്നവനാണ്. ഗൈബ് റബ്ബിനല്ലാതെ ഒരാൾക്കും അറിയുകയില്ല. ഖുൽ ലാ യഅലമു മൻ ഫിസ് സമാവാതി വൽ അർദിൽ ഗൈബ ഇല്ലല്ലാഹ് വമാ യശ്ഉറൂന അയ്യാന യുബഅസൂൻ. ഫലാ യുദ്ഹിറു, അവൻ വെളിപ്പെടുത്തി കൊടുക്കുകയില്ല, അലാ ഗൈബിഹി, അവന്റെ ഗൈബ് വെളിപ്പെടുത്തി കൊടുക്കുകയില്ല, അഹദൻ, ഒരാളെയും അവന്റെ ഗൈബിന് മുകളിൽ അവരെ ഏർപ്പെടുത്തി കൊടുക്കുകയില്ല, ഗൈബ് കാണിച്ചു കൊടുക്കുകയില്ല. ഇല്ല മൻ ഇർതദാ മിർ റസൂലിൻ, ഇല്ല മൻ ഇർതദാ, അവൻ തൃപ്തിപ്പെട്ട മിർ റസൂലിൻ, അവന്റെ റസൂലുകളിൽപ്പെട്ടവർക്കൊഴികെ, അവന്റെ ദൂതന്മാർ. ഇവിടെ റസൂൽ എന്ന് പറഞ്ഞാൽ അത് മലായിക്കത്തിലുമുള്ള റസൂലുകളുണ്ട്, മനുഷ്യരുള്ള റസൂലുകളുമുണ്ട്. അല്ലാഹു യജ്തബി മിനൽ മലായികത്തി റുസുലൻ വമിനൻ നാസ്. അല്ലാഹു പറഞ്ഞു, അവൻ മലക്കുകളിൽ നിന്നും മനുഷ്യരിൽ നിന്നും റസൂലിനെ തിരഞ്ഞെടുക്കുന്നു. അള്ളാഹുവിന്റെ വഹി, അവന്റെ സന്ദേശം അവന്റെ മനുഷ്യരായ റസൂലുകൾക്ക് എത്തിച്ചു കൊടുക്കുന്ന മലായിക, അത് അവരും അവന്റെ റസൂലുകളാണ്. ആ അർത്ഥത്തിൽ അവർക്കും അവൻ ഗൈബ് അറിയിച്ചു കൊടുക്കും. അവൻ ഉദ്ദേശിച്ച ചില ഗൈബ് അതിൽപ്പെട്ടതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദൂരെ നജ്ജാശി, അബിസീനിയയിൽ വെച്ച് നജ്ജാശി മരണപ്പെട്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹിന്റെ വഹി പ്രകാരം, ഇതാ നിങ്ങളുടെ സഹോദരൻ അവിടെ മരണപ്പെട്ടിരിക്കുന്നു, അവിടെ മയ്യിത്ത് നിസ്കരിക്കാൻ ആരുമില്ല. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനെ കൂട്ടി നജ്ജാശി കൊണ്ട് മയ്യിത്ത് നിസ്കരിച്ചു. എന്നാൽ അവിടുത്തെ മസ്ജിദ് അടിച്ചു വാരിയിരുന്ന കറുത്തവളായ സ്ത്രീ, അവർ മരണപ്പെട്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിഞ്ഞില്ല. അവർ മസ്ജിദ് അടിച്ചു വാരിയിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചപ്പോൾ സഹാബത്താണ് പറഞ്ഞു കൊടുത്ത്. അപ്പോൾ മയ്യിത്ത് നിസ്കരിക്കാൻ സാധിക്കാത്തതുകൊണ്ട് ആ സ്ത്രീയുടെ ഖബറിനരികിൽ ചെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മയ്യിത്ത് നിസ്കരിച്ചു. ദൂരെ നടന്ന മരണം അള്ളാഹിന്റെ വഹി പ്രകാരം, തൊട്ടടുത്ത് മസ്ജിദിൽ നടന്ന മരണം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിഞ്ഞില്ല. അങ്ങനെയാണ് ചില അപകടങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വരുന്നതിന് മുമ്പ് അള്ളാഹു അറിയിച്ചു കൊടുത്തടന്ന് അതിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട്. യഹൂദി മാംസത്തിൽ വിഷം കലർത്തിയപ്പോൾ അവിടുന്ന് കഴിക്കാതിരുന്നത് പോലെ കുറച്ച് മാത്രം ഇറങ്ങിപ്പോയി. എന്നാൽ അത് തൊണ്ടയിൽ അള്ളാഹു പിടിച്ചു നിർത്തി. മരണസമയത്ത്, വഫാത്തിന്റെ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ആ പെണ്ണ് തന്ന വിഷം തന്നെ പിടിച്ചു പുറുക്കുന്നു. കൂടെ ഭക്ഷണം കഴിച്ച ബിശിർ റളിയല്ലാഹു അൻഹു, ബിശിർ അവിടുന്ന് കൊല്ലപ്പെട്ടു ആ വിഷം പറഞ്ഞ ഇത് കഴിച്ചിട്ട്. ബിശിർ റളിയല്ലാഹു അൻഹു അവിടുത്തെ രക്ഷിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സാധിച്ചില്ല. എന്തുകൊണ്ടാണ്? അതാദ്യം അറിഞ്ഞില്ല. ബിശിർ അതിനു മുമ്പേ കഴിച്ചുപോയി. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു രക്ഷപ്പെടുത്തി. ചില അപകടങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായിട്ടുണ്ട്. അവിടുത്തെ മുൻവരിയിലെ പല്ല് അത് പൊട്ടിപ്പോയിട്ടുണ്ട്. വഹദിൽ അപകടത്തിൽ അവിടുന്ന് പെട്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? അവിടുത്തേക്ക് ഗൈബ് അറിയില്ല. അള്ളാഹു ഉദ്ദേശിച്ച പ്രയാസങ്ങൾ അവിടുത്തേക്ക് ഉണ്ടാകും. സല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ലാ മൻ ഇർതദാ മിർ റസൂലിൻ,
അവൻ തൃപ്തിപ്പെട്ട റസൂലുകൾക്കൊഴികെ ഫഇന്നഹു അല്ലാഹു അവൻ യസ്ലുക് അവൻ പ്രവേശിപ്പിക്കും മിൻ ബൈനി യദൈഹി അവരുടെ മുന്നിലും അഥവാ റസൂലുകൾക്ക് മുന്നിലും മിൻ ഖൽഫിഹി അവർക്ക് പിന്നിലും റസദൻ എന്നാൽ കാവൽക്കാർ എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഓരോരുത്തർക്കും മുന്നിലും പിന്നിലും മലായികത്തിനെ വെച്ചിട്ടുണ്ട്. അല്ലാഹു പറഞ്ഞു ലഹു മുഅഖിബാതുൻ മിൻ ബൈനി യദൈഹി വമിൻ ഖൽഫിഹി യഹ്ഫദൂനഹു മിൻ അംരില്ലാഹ്. നമുക്ക് മുന്നിലും പിന്നിലുമായി അല്ലാഹു മലക്കുകളെ ഏർപ്പെടുത്തിയിട്ടുണ്ട് അപകടങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ. ഒരു മതിൽ നമുക്ക് നേരെ വീഴുമ്പോൾ, ഒരു തീ വരുമ്പോൾ നമ്മെ അതിൽ നിന്ന് തടുത്തു നിർത്തും. അള്ളാഹിന്റെ വിധിയുണ്ടോ ബാധിക്കണമെന്ന് അവർ മാറി നിൽക്കും. എന്നാൽ ഇത് അള്ളാഹുവിന്റെ റസൂലുകൾക്ക്, നബിമാർക്ക് ഇത് വളരെ അധികമാണ്. അവർക്ക് ഈ ഹഫളത്തിനെ കൂടാതെ വേറെയും ഹഫളത്തുകളെ സംരക്ഷകരായ മലായികത്തിന് അള്ളാഹു ഏർപ്പെടുത്തിയിട്ടുണ്ടാവും. എന്തിനു വേണ്ടിയാണ്? അള്ളാഹുവിന്റെ വഹി സംരക്ഷിക്കാൻ, അള്ളാഹുവിന്റെ ഖുർആൻ സംരക്ഷിക്കാൻ. ശൈത്താന് ഒരു മലക്കിന്റെ രൂപത്തിൽ ആ നബിയുടെ അടുത്ത് വന്നിട്ട് വല്ലതും പറഞ്ഞു കൊടുക്കാതിരിക്കാൻ അത് കഴിയില്ല. അള്ളാഹിന്റെ വഹി എന്നതുപോലെ ശൈത്താൻ വന്നിട്ട് നബിക്ക് വന്നിട്ട് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുകയില്ല. അള്ളാഹു അങ്ങനെ പല ഹിക്മത്തുകൾക്കും വേണ്ടി അവന്റെ കാവൽക്കാരെ ഈ നബിമാർക്ക് മുന്നിലും പിന്നിലുമായി വെച്ചിട്ടുണ്ട്. ലിയഅലമ അള്ളാഹു അറിയുവാൻ വേണ്ടി അൻഖദ് അബ്ലഗു റിസാലത്തി റബ്ബിഹിം എന്തറിയാൻ? അൻഖദ് അബ്ലഗു അവർ എത്തിച്ചിട്ടുണ്ട് എന്ന്, റിസാലത്തി റബ്ബിഹിം അവരുടെ റബ്ബിന്റെ റിസാലത്ത് അവരെത്തിച്ചിട്ടുണ്ട് എന്ന് അള്ളാഹു അറിയാൻ. അള്ളാഹു നേരത്തെ അറിഞ്ഞിട്ടില്ലേ? അള്ളാഹു നേരത്തെ അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് തൊട്ടുടനെ പറഞ്ഞത് വഹാത ബിമാ ലദൈഹി വഅഹ്സാ കുല്ല ശൈഇൻ അദദ. വഹാത അവൻ ഇഹാതത്ത് ചെയ്തിരിക്കുന്നു, അവൻ വലയം ചെയ്തിരിക്കുന്നു റബ്ബ്. ആകാശങ്ങളും ഭൂമിയും അതിലുള്ളതുമെല്ലാം റബ്ബിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വലത് കൈയിൽ ഇങ്ങനെ കുറച്ച് തരിമണികൾ പിടിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? നമ്മളത് നോക്കുകയാണെങ്കിൽ എങ്ങനെ ഉണ്ടാവും എന്നതുപോലെയാണ് റബ്ബിനെ സംബന്ധിച്ചിടത്തോളം ആകാശങ്ങളും ഭൂമിയും അതിലുള്ളവരുമെല്ലാം എന്ന് സഹാബത്ത് റളിയല്ലാഹു അൻഹു നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതാണ് ഇഹാത. അവൻ മുഹീത്താണ്, അവൻ വലയം ചെയ്ത നിലക്ക് അറിവുള്ളവനാണ് നമ്മെക്കുറിച്ച്. അവനാകട്ടെ ഫൗക സബ്അ സമാവാത്ത് 7 ആകാശങ്ങൾക്ക് മുകളിലാണ്. വഹാത ബിമാ ലദൈഹിം അവർക്ക് മുന്നിലുള്ളത് അവൻ ഇഹാത്തത്ത് ചെയ്തിരിക്കുന്നു, അവൻ അറിഞ്ഞിരിക്കുന്നു, അവർക്ക് സംഭവിക്കാനിരിക്കുന്നതെല്ലാം. വഅഹ്സാ അവൻ എണ്ണി തിട്ടപ്പെടുത്തിയിരിക്കുന്നു കുല്ല ശൈഇൻ എല്ലാത്തിന്റെയും അദദൻ എണ്ണം. അല്ലാഹു സുബ്ഹാനഹു വ തആല കോടാനുകൂടി അവന്റെ പടപ്പുകൾ എല്ലാം അവൻ അറിഞ്ഞിരിക്കുന്നു. വമാ തസ്ഖുതു മിൻ വറഖത്തിൻ ഇല്ലാ യഅലമുഹാ അവൻ അറിയാതെ ഒരു ഇല പോലും വീഴുന്നില്ല. കടലിലെ നുരകൾ എത്രയുണ്ട് അവനറിയാം. ഭൂമിയിലെ മരങ്ങൾ എത്രയുണ്ട് അവനറിയാം. ഭൂമിയിലെ മൺതരികൾ എത്രയുണ്ട് റബ്ബിനറിയാം സുബ്ഹാനഹു വ തആല. ലിയഅലമ അൻ ഖദ് അബ്ലഗു റിസാലത്തി റബ്ബിഹിം അവരുടെ റിസാലത്ത്, റബ്ബിന്റെ റിസാലത്ത് അവരെത്തിച്ചു എന്ന് അവൻ അറിയുവാൻ വേണ്ടി. ഇതിനാണ് അവൻ ഹഫളത്തിന് വെച്ചിട്ടുള്ളത്. അവൻ അറിയുവാൻ വേണ്ടി എന്ന് പറഞ്ഞാൽ അവൻ മുമ്പേ അറിഞ്ഞിട്ടുണ്ട്, പക്ഷേ അത് ലാഹിറായി നടക്കുവാൻ വേണ്ടി എന്നാണ് അതിന്റെ ഉദ്ദേശം. അത് സംഭവിക്കുവാൻ വേണ്ടി, സംഭവിക്കുന്നതിന് മുമ്പേ റബ്ബ് അത് അറിഞ്ഞിട്ടുണ്ട്, അവൻ തീരുമാനിച്ചിട്ടുണ്ട്. വഹാത ബിമാ ലദൈഹിം അവർക്ക് മുന്നിലുള്ളതെല്ലാം റബ്ബ് ഇഹാത്തത്ത് ചെയ്തിരിക്കുന്നു, അവൻ അറിഞ്ഞിരിക്കുന്നു. വഅഹ്സാ കുല്ല ശൈഇൻ അദദ അവൻ എല്ലാ കാര്യവും എണ്ണി തിട്ടപ്പെടുത്തിയിരിക്കുന്നു, അതിന്റെ എല്ലാം എണ്ണം റബ്ബ് സുബ്ഹാനഹു വ തആല അറിഞ്ഞിരിക്കുന്നു. വല്ലാഹു തആല അലം വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ അബ്ദിഹി വറസൂലിഹി നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക.